നാളത്തെ ഒരു മാസത്തെ സാലറി കൊണ്ട് തീരേണ്ട ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങളുടെ കംപ്ലീറ്റ് സ്വപ്നം ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മൂഡൊക്കെ മൂഡ് ഒക്കെ ഉണ്ടാവും. ഒരു ദിവസം ടെൻഷൻ ആയിരിക്കും, ഒരു ദിവസം സന്തോഷമായിരിക്കും. അതിനനുസരിച്ച് മാറ്റാനുള്ള പഠനം, അതിനനുസരിച്ച് മാറ്റാനുള്ള നമ്മുടെ സ്വപ്നം. വിചാരിച്ച് അത്ര പഠിക്കാൻ പറ്റില്ല, പ്ലാൻ ചെയ്തത്ര ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല, കുറച്ച് ടെൻഷൻ വരും. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തത്ര പഠിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ മുഴുവും. അതാണ് ഇപ്പോഴത്തെ ലാംഗ്വേജ്. മുഴുപോയാൽ ഇവിടെ പോകും, മുഴുപോയാൽ നേരെ ഫോണിലേക്ക്. സുഖം. സ്റ്റീവൻ കോൺവേയുടെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ പറയുന്നത് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. ഇന്നലെ മിനിയാന്നുമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാരന്റ്സിനോടൊക്കെ അവർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഈ പറയുന്ന ബുക്കിൽ പറയുന്നത് എന്താ അറിയോ? ഈ സ്റ്റീവൻ കോൺവേയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, ഈ ബുക്കിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ്. നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോൾ അതിന്റെ അവസാനം മുൻകൂട്ടി കാണണം. സത്യത്തില് ഇപ്പൊ ഇജാസ് സാർ പറഞ്ഞത് അത് തന്നെയാണ് അല്ലേ? എന്താ പറഞ്ഞത്? 2029 കോൺവൊക്കേഷൻ സെറിമണിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വരണം. ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി. എന്താണ്? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻഡ് മൈൻഡിൽ കാണണം, അവസാനം കാണണം. ഇതാണ് നമ്മളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും, സാക്രിഫൈസ് ഉണ്ടാവും, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഇതിനൊക്കെ തരണം ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജം തരുന്നത് എന്താണ്? നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഇമേജ് ആണ്. അവസാനം എന്തായി ഞാൻ മാറും എന്നുള്ള ആ ഒരു ഇമേജ് ആയിരിക്കണം നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇപ്പൊ എപ്പോഴും നമ്മളുടെ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് ഒരു ദിവസം ക്ലാസ്സിൽ ഇരുന്ന കാര്യം ചിലപ്പോൾ മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഒരു ദിവസം കുറെ കൂടുതൽ അധികം പഠിക്കാനുണ്ടാവും. ചില സമയത്ത് നമുക്ക് തോന്നും എനിക്കിതൊന്നും പറ്റൂല. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. പക്ഷെ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? അതിനേക്കാളൊക്കെ വലിയൊരു പവറായിട്ട് നിങ്ങളുടെ ഈ വിഷ്വൽസ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് നാളെ ഞാൻ വന്നിട്ട് എൻ്റെ പാരന്റ്സിന്റെ കൂടെ ഒരു മൊമെന്റോ റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ജോബിന് പോവുക, ഫസ്റ്റ് സാലറി കിട്ടുക, ആ ഫസ്റ്റ് സാലറിയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുക, അല്ലെങ്കിൽ എൻ്റെ പാരന്റ്സിന് കൊടുക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷ്വൽസ് ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അതായിരിക്കണം നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. എപ്പോഴും എത്ര ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ഈ ഒരു വിഷ്വൽസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. എനിവേ, ഇന്നത്തെ കാര്യത്തിലേക്ക് പറയാനുള്ളത്, ഇനിയിപ്പോ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? നിങ്ങൾ എല്ലാവരും ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കി, അതിനെക്കുറിച്ച് പഠിച്ചു, നിങ്ങളൊരു തീരുമാനം എടുത്തു അല്ലെ? യു ഹാവ് ടേക്കൺ എ ബ്രേവ് ഡിസിഷൻ ദാറ്റ് യു ഹാവ് ജോയിൻ ഫോർ. ഇനി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. IIM ഒരു മോട്ടോ ഉണ്ട്. IIMന്റെ മോട്ടോ ഇതാണ്: ദ ടൈം ഇൻവെസ്റ്റഡ് ബൈ ദ സ്റ്റുഡൻസ് ഹിയർ ഇൻ IIM. അല്ലെ, നമ്മുടെ കുട്ടികളുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സമയമാണ് ടീനേജ് അല്ലെങ്കിൽ 20s. ഈ സമയത്ത് അവർക്ക് എന്ത് ചെയ്യുക? ജീവിതത്തിൽ ഏറ്റവും മികച്ച കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഈ സമയമാണ് അവർ IIMൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ആ സമയം അതേപോലെ പാരന്റ്സിന്റെ ഹാർഡ് ഏൺ ആയിട്ടുള്ള മണി അല്ലെ, വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടായിരിക്കും നമ്മുടെ ഫീസ് അടക്കുന്നത്, രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അവരുടെ ബാക്കിയുള്ള എക്സ്പെൻസ് ഒക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വളരെ ഹാർഡ് അല്ലെ, വളരെ ബുദ്ധിമുട്ടിട്ടുണ്ടാക്കിയ പണമായിരിക്കും. ഈ രണ്ട് സാധനം, വി വാല്യൂ ദാറ്റ്, ദ സ്റ്റുഡൻസ് ടൈം ആൻഡ് പാരന്റ്സ് മണി. ഇത് രണ്ടും ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറണം. ഇതാണ് നമ്മളുടെ മോട്ടോ. ദിസ് ടൈം ആൻഡ് ദ എമൗണ്ട് ഓഫ് ദ പാരന്റ്സ് ഷുഡ് നോട്ട് ഗോ വേസ്റ്റഡ്. ഇതെന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ സ്പെൻഡിങ്ങിൽ, ആ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറണം IIM സ്പെൻഡ് ചെയ്യുന്ന മണി. ദിസ് ഈസ് വാട്ട് അവർ മോട്ടോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ ടൈമിനെ വളരെ വിലപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നിട്ട് അവരെന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെ ഒരുപാട് കളികൾ, ഒരുപാട് ചിരികൾ, എന്നാൽ തീരെ കളികളും ചിരികളും ഇല്ല എന്നുള്ളതല്ല, ബട്ട് വി ലിമിറ്റ് എവറിത്തിങ്. എല്ലാത്തിന്റെ മുകളിൽ നമ്മൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കിടക്കുന്നത് കുട്ടികളുടെ റിസൾട്ടാണ്. ആ റിസൾട്ടിലേക്ക് അവരെങ്ങനെ എത്തിക്കാം, അതാണ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മളുടെ ഒരു ഡ്രീമാണ് ഒരു 100% റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളത്. ബിക്കോസ് വി ബിലീവ് ദാറ്റ് ഹ്യൂമൻ ബീങ് ഈസ് മോർ ടഫ് ദാൻ എനിത്തിങ് എൽസ് ഇൻ ദിസ് വേൾഡ്. അല്ലെ, നമ്മൾ മനുഷ്യന്മാരാണ് ഏറ്റവും വലുത്, ഏറ്റവും ഭയങ്കര സംഭവം നമ്മളാണ്, അല്ലാണ്ട് ഒരു കോഴ്സ് അല്ല. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് അല്ലെങ്കിൽ IAS എക്സാം ടഫ് എന്ന് പറയുന്നപ്പോൾ എനിക്ക് എപ്പോഴും അത് കേൾക്കുമ്പോൾ ഐ ഹാവ് എ ഡിസ്റ്ററൻറ്റ് ഇൻ മൈ ഹാർട്ട്. ഒരു എതിർപ്പാണ് വരിക. ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് വിത്ത് ഹ്യൂമൻ ബീങ്സ് ആർ മോർ ടഫസ്റ്റ് ഇൻ ദിസ് വേൾഡ്. നമ്മളാണ് ഏറ്റവും വലിയ ആൾക്കാർ. അല്ലെങ്കിൽ കോഴ്സ് അല്ല, കോഴ്സിനേക്കാൾ വലിയ കഴിവുകൾ നമ്മൾക്കുണ്ട്. ഈ കഴിവിനെ നമ്മൾ മനസ്സിലാക്കുക എന്നല്ല, അവിടെയാണ് നമ്മൾ ചെയ്യുന്നത് പല ആൾക്കാരും ഫെയിൽ ആയി പോകുന്നത്. സോ എനിവേ, ഈ ഒരു കഴിവ്, നമ്മളുടെ ഉള്ളിലുള്ള പവർ എങ്ങനെ പുറത്തെത്തിക്കാം എന്നുള്ള ഒരു റിസർച്ചിലാണ് നമ്മളുള്ളത്. അതുപോലെ ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ ഒരുപാട് ആഗ്രഹമാണ്, ഏറ്റവും വലിയ ആഗ്രഹമാണ്
ഈ ആൾക്കാരൊക്കെ പറയുന്ന ടഫസ്റ്റ് എക്സാം ആണ് എന്ന് പറയുന്ന ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ ഒരു 100% റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളത്, അത് നോട്ട് ഓൺലി ഇൻ ഫൗണ്ടേഷൻ, ബോത്ത് ഇൻ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ് ആൻഡ് ഈവൻ CA ഫൈനൽസ്, അതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വെച്ചാല് വേറെ ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആർക്കും ബിലീവ് ചെയ്യാൻ പറ്റാത്ത റിസൾട്ടിലേക്ക് നമ്മൾ എത്തും. ഇത് തന്നെയാണ് നമ്മളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെ. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു എൻഡ് ഇൻ മൈൻഡ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി തീരുക എന്നുള്ളതാണ്. ബട്ട് അവർ IIM's മോട്ടോ അല്ലെങ്കിൽ IIMന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു അച്ചീവ് ദിസ് 100% ആൻഡ് ഹാവ് ടു ഷോ ടു ദ വേൾഡ് ദാറ്റ് ഹ്യൂമൻ ബീങ് ഈസ് സ്മാർട്ട് ഓഫ് ദാൻ എനിത്തിങ് എൽസ്. അതെന്ത് ചെയ്യണം, ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രൂവ് ചെയ്യണം. ആ ഒരു യാത്രയിലാണ് നമ്മളുള്ളത്. ഐ എക്സ്പെക്ട് നമ്മുടെ പാരന്റ്സും നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു യാത്രയിൽ നമ്മൾ ഈ കണ്ട സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ആദ്യം നമ്മൾ 2009 IIM സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടികളെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞിട്ട് കുട്ടികളിലേക്ക് നമ്മൾ പോകുമ്പോൾ, പാരന്റ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഫാക്കൾട്ടീസിലേക്ക് നമ്മൾ പോകുമ്പോൾ ദേ ഡിനൈ. അവർ പറയും അത് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? ഈ കോഴ്സ് നമുക്ക് പാസ്സാകാൻ പറ്റാത്ത കോഴ്സ് ആയിട്ട് നമ്മളെ ഡിനൈ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാറിയിട്ട് ഒരുപാട് കുട്ടികൾ IIMലേക്ക് ജോയിൻ ചെയ്തൊരു സമയം ഉണ്ടായി. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്ത സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അതും നമ്മൾ കടന്നു. ഒരുപാട് റാങ്ക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഒരു ആവറേജ് റിസൾട്ട്സ് ഒന്നും നമ്മൾ എന്തില്ല, വി ആർ നോട്ട് എക്സൈറ്റഡ്. നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് എന്താണ്, 100% റിസൾട്ട് ആണ്. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ആൻഡ് ഐ ആം eagerly waiting for that, a batch coming up with 100% റിസൾട്ട്. അതിന് എനിക്ക് വേണ്ടത് നമ്മുടെ പഠിത്തം മാത്രമല്ല, നമ്മൾ പെരിഫറൽ അല്ല, പുറത്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, നമ്മൾ പഠിക്കുന്നുണ്ടാവും, നമ്മൾ എഴുതുന്നുണ്ടാവും, വായിക്കുന്നുണ്ടാവും, ക്ലാസ്സിൽ വരുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ അപ്പുറം, ഇതിന്റെ കൂടെ തന്നെ അതിൻ്റെയൊക്കെ അപ്പുറം എനിക്ക് വേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. ദ മൈൻഡ് സെറ്റ് വിച്ച് യു ബിലീവ് ദാറ്റ് യു ഗോണ ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഒരു ഉള്ളിൽ ഉറച്ച വിശ്വാസം, എന്ത്, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി മാറാൻ പോവാന്നുള്ള ബിലീഫ്. എപ്പോഴാണോ നിങ്ങൾ ഇത് വിശ്വസിച്ച് തുടങ്ങുന്നത് അന്ന് നിങ്ങൾ സക്സസ് ആയി. ഇത് ഞാൻ പറയുന്നത് എവിടെയെങ്കിലും വായിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും കേട്ടിട്ടോ അല്ല. ഇറ്റ്സ് മൈ ഓൺ എക്സ്പീരിയൻസ്. ഞാൻ ടു 10ാം ക്ലാസ്സിൽ ഒരു 240 മാർക്ക് വാങ്ങിച്ച ഒരു പയ്യനാണ്. എനിക്ക് അന്നും ഇംഗ്ലീഷ് വായിക്കാനോ, ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്, ഇതൊക്കെ എന്റെ എന്താ പറയുക ഒരു നൈറ്റ് മെയർ ആയിരുന്നു, ഒരു പേടി സ്വപ്നമായിരുന്നു. ഞാൻ ഹിന്ദി വായിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഒരു ടീച്ചറുണ്ട്, രുക്മിണി ടീച്ചർ എന്ന ടീച്ചറുടെ പേര്. എല്ലാ ദിവസവും ഹിന്ദി വായിപ്പിക്കും. രാവിലെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡാണ് മിക്കവാറും ഉണ്ടാവുക, രാവിലെ വന്നാൽ ഹിന്ദി വായിപ്പിക്കും. ഇപ്പൊ എൻ്റെ അടുത്ത് സത്യൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ ആദ്യം ഞാൻ ഭീഷണിപ്പെടുത്തും. എന്താ ഭീഷണി? ഞാൻ എണീച്ചിട്ട് വായിക്കുമ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അടി കിട്ടി കുത്തെല്ലാം ഉണ്ടാവും. പറഞ്ഞു തന്നാലോ നമ്മൾ എന്താ ഇന്റർവെല്ലിന് നല്ല ബോണ്ട, സുഖിയൻ എന്തൊക്കെ വായിച്ചു. ഇങ്ങനെയായിരുന്നു എൻ്റെ 10ാം ക്ലാസ്സിലെ അവസ്ഥ. അപ്പൊ ഹിന്ദി വായിക്കും. എങ്ങനെ വായിക്കും? സത്യം പറഞ്ഞുതരും, ഞാൻ വായിക്കും. സിമ്പിൾ. സത്യം എല്ലാം എടുത്ത് പറഞ്ഞുതരും. അതേപോലെ തന്നെ എൻ്റെ മാത്സ്, ഇംഗ്ലീഷ് ഒന്നുമില്ല. ഈവൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഐ വെന്റ് ടു ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് തന്നെ കിട്ടിപ്പോയതാണ്. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷനിലൂടെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. എഡ്യൂക്കേഷനിലൂടെ എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ ഒരു വേർഡ് പോലും കേട്ടിട്ടില്ല ആ സമയത്തൊന്നും. ആ സമയത്തൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയൊരു കളിക്കാരനാവുക എന്നുള്ള, ക്രിക്കറ്റ് കളിക്കാരനാവുക. അതിനായിരുന്നു എൻ്റെ ടൈം മൊത്തം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ക്ലാസ് ടീച്ചർ, കുട്ടിയമ്മ ടീച്ചർ എപ്പോഴും എന്നോട് വന്നിട്ട് പറയും, എപ്പോഴും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എവറി മന്ത് ഓർ എവറി വീക്ക് വന്നിട്ട് പറയും, സാലി യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് 100. ഇങ്ങനെന്നല്ല പറയട്ടാ, സാലി നിനക്ക് 100 മാർക്ക് വരെ കിട്ടാൻ പോകുന്നില്ല, നീ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ക്ലാസ്സിലേക്ക് വരുന്നത്? അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എന്താ, എനിക്ക് 10ാം ക്ലാസ് പാസ്സാണെന്നോ അല്ലെങ്കിൽ +2 പാസ്സാണെന്നോ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ ആഗ്രഹം ക്രിക്കറ്റിൽ എന്തെങ്കിലും ആവുക, ഒരു സ്പോർട്സ്മാൻ ആവുക എന്നുള്ള ആഗ്രഹമായിരുന്നു. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഞാൻ കണ്ടെത്തിയ ഒരു സാധനം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് കേട്ടോ, നോട്ട് ടു ഗ്ലോറിഫൈ മീ. അപ്പോൾ ഇതിലൂടെ +2 ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ആ ഹ്യൂമാനിറ്റീസും സംഭവം 48-49% എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. എന്നിട്ട് സ്പോർട്സ് കോട്ടയിൽ എനിക്ക് സർഷേദ് കോളേജിൽ BCom കിട്ടി. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരാൾക്ക് BCom കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ എന്നോട് അന്ന് ഇന്റർവ്യൂ എടുക്കുന്ന സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർഷേദ് കോളേജിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തിനാണ് BCom വരുന്നത്, നിനക്ക് അക്കൗണ്ടൻസി അറിയോ? ഞാൻ പറഞ്ഞ അക്കൗണ്ടൻസി അറിയില്ല. പിന്നെ എന്തിനാ ഇവിടെ വരുന്നത്? ക്രിക്കറ്റ് കളിക്കണം. സിമ്പിൾ. ഓ, ക്രിക്കറ്റ് കളിക്കാനാണ് നീ വരുന്നത്, അങ്ങനെ നീ പോയിക്കോന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ വേറൊരു ടേബിളിലേക്ക് എറിഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ സംഭവം ഒരുപാട് കളിച്ചും ചിരിച്ചും എന്ത് ചെയ്തു, BCom കൂടി കഴിഞ്ഞു. BCom കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ടേണിംഗ് പോയിന്റ്. BCom കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഐ കനോട്ട് ബി എനിവെയർ ഇൻ ക്രിക്കറ്റ്. ക്രിക്കറ്റില് എനിക്കൊരു ഭാവിയില്ല, എവിടെ എത്താൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി കളിച്ചു, സ്റ്റേറ്റ് കളിച്ചു, പക്ഷേ ഒരു ഇന്ത്യൻ ടീമിൽ എത്തുക എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്കൊന്നും എനിക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ BCom കഴിഞ്ഞു. എന്റെ ഏറ്റവും കുറെ കാലം ചെറുപ്പത്തിലേ കൊണ്ടു നടന്ന ഒരു സ്വപ്നം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കംപ്ലീറ്റ് ഒരു ബ്ലാക്ക്നെസ് ആയിരുന്നു, ജീവിത ശൂന്യതയായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, BCom ഏതായാലും കയ്യിലുണ്ട്. BCom പാസ്സായിരുന്നു കേട്ടോ, ഗ്രേസ് മാർക്ക് കിട്ടി, സ്പോർട്സ് കോട്ടയിൽ കുറെ മാർക്ക് കിട്ടി.
40% സംഭവം എല്ലാം മിനിമം മാർക്ക് കിട്ടിയിട്ട് എന്ത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു തീരുമാനം ഇതായിരുന്നു, അക്കൗണ്ടന്റ് ആവാം. അറ്റ്ലീസ്റ്റ് ഞാൻ എനിക്കൊരു ബികോം, പേരിനെങ്കിലും ബികോം ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും അറിയില്ല, ഈസും പാസും അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഒന്നും അറിയില്ല, ബട്ട് എനിക്കൊരു അക്കൗണ്ടന്റ് ആവണം. അപ്പൊ അക്കൗണ്ടന്റ് ആവണമെങ്കിൽ അക്കൗണ്ടൻസി അറിയണം. കറക്റ്റ്. അക്കൗണ്ടൻസി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ച വഴിയായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻസി. അന്ന് ചെറിയൊരു നോളജിൽ എനിക്കറിയാം എന്ത്, നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ ബാക്കി പറയും, കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടും അല്ലെ. ഇതൊരു ചൊല്ലാണ്. എന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കിട്ടും. അതേ ഒരു തോട്ടിലായിരുന്നു ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ആദ്യം പോയത്. എന്താ, ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പോയിട്ട് പഠിച്ചു കഴിഞ്ഞാല് എന്താവാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല, ഐ ജസ്റ്റ് വാണ്ട് ബി അക്കൗണ്ടന്റ്. കറക്റ്റ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് അന്ന്, ദാറ്റ് വാസ് ദി ഇയർ ഇൻ 2003, ഒരു 22 years ബിഫോർ. ആ സമയത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് അറിയുന്ന പോലില്ല. എവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി അറിയില്ല, കേരളത്തിൽ നിന്ന് അറിയുന്നേ ഇല്ല. നേരെ വണ്ടി കയറി ചെന്നൈയിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ് അറ്റൻഡ് ചെയ്ത് ശരിക്കും സത്യത്തിൽ ഭയങ്കര തമാശയായിരുന്നു. അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ട്, എൻ്റെ ബികോമിൽ പഠിച്ച ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ട് ഞാൻ പോയത്, സവാദിനെ കൂട്ടിയിട്ട് ഞാൻ പോയത്. സവാദ് 2 ദിവസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ അവന്റെ കാല് പിടിച്ചു. സവാദ്, ഞാൻ വരുന്നു, എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സവാദ് എന്നോട് പറഞ്ഞ എന്താ അറിയോ, നീ ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം ഇവിടെ പിടിച്ചു നിൽക്ക്, എന്നിട്ട് എന്ത് ചെയ്തു, നീ വണ്ടി കയറിക്കോളൂ. അപ്പൊ സവാദ് എന്നെ അവിടെ ആക്കുമ്പോൾ സവാദിന്റെ മനസ്സിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നില്ല. ഞാനൊരു 2 മാസം അവിടെ കഷ്ടപ്പെട്ട് നിന്നു. അവിടെ പ്രശ്നം എന്താ പറയുക, ഒന്ന് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലാവില്ല. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ ഇംഗ്ലീഷിലാണ് അവർ ക്ലാസ് എടുക്കുക. നമ്പർ 1, എനിക്ക് ഇംഗ്ലീഷിന്റെ ഈസും വാസും അറിയില്ല. നമ്പർ 2 എന്താണെന്ന് അറിയോ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് അവിടെ വരുന്നത് രാജസ്ഥാൻ, പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ എന്നുള്ള ബെസ്റ്റ് സ്റ്റുഡൻസ്. ഇപ്പൊ ഫാക്കൽറ്റീസ്, നമ്മളെ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ട് ചാടിക്കറിയുന്ന കുട്ടികൾ. അവിടെ ഞാൻ ബാക്ക് ബെഞ്ചിൽ ഇങ്ങനെ ആലോചിക്കുക, എനിക്ക് എന്തില്ല, ഒന്നുമില്ല. 2 മാസം ഞാൻ വെറുതെ തേരാവാരം നടന്ന് തിരിച്ച് വണ്ടി കയറി നാട്ടിലേക്ക്. ഐ സേ ഗുഡ് ബൈ ടു ചാർട്ടേഡ് അക്കൗണ്ടൻസി. നടക്കൂല. എന്നിട്ട് അഗൈൻ നാട്ടിൽ വന്നിട്ട് ഒരുപാട് കളിച്ച് നടന്നു. ഏകദേശം 1 year ഐ വേസ്റ്റഡ്. ഒന്നുമില്ല, എനിക്കൊരു വഴി തുറന്നു കിട്ടുന്നില്ല, മുമ്പിലേക്ക് ഒരു വഴി തുറന്നു കിട്ടുന്നില്ല. ബട്ട് ഡീപ്പ് ഇൻസൈഡ് ദ ഹാർട്ട് ഐ വോണ്ട് ടു ബി സംതിങ് ഇൻ മൈ ലൈഫ്. അതെപ്പോഴും ഉണ്ട് കേട്ടോ, ആഗ്രഹമുണ്ട്. പണ്ടേ ചെറുപ്പത്തിലെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ആയിത്തീരുന്നതിൽ ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ 1 വർഷം പിന്നെയും എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹത്തിന്റെ പുറത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്, ഒരു ചെറിയാൻ വോഗീസ്. ആദ്യമായിട്ട് ഞാൻ കേട്ട ഒരു സിജിന്റെ അല്ല, ജൂനിയർ ചേംബറിന്റെ ഒരു ക്ലാസ് ആണ്. ഹാപ്പൻഡ് ഇൻ ചെറുപുഴയിലെ ഒരു ക്ലാസ്സിൽ കേട്ടു. ആ ക്ലാസ്, ആ സാറ് എസ്സിൽ തുടങ്ങുന്ന ഒരു 10 കാര്യങ്ങളാണ് പറഞ്ഞത്. എസ്സിൽ തുടങ്ങുന്ന 10 കാര്യം. അതിൽ ഫസ്റ്റ് പോയിന്റ് സെൽഫ് ബിലീഫ്. അതിൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്ര പറയുന്നത്, നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, യു ബിലീവ് ഇറ്റ് ഫസ്റ്റ് ദെൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. സോ ഐ റിയലൈസ് ദാറ്റ്. ഞാനത് അതിന്റെ ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു ആ ക്ലാസ്സിൽ. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ബിലീവ് ഇറ്റ് ഫസ്റ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. ഏത് കാര്യമാണ് ചെയ്യുന്നത്. ഞാൻ അന്ന് ക്ലാസ്സിൽ പോയി, അല്ല ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചതാണ്, ഞാൻ ചെറുപ്പത്തിലേ കൊണ്ടു നടന്നൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കണം എന്നുള്ളത്. സത്യത്തിൽ ആഗ്രഹം മാത്രമായിരുന്നു. ഡീപ്പ് ഇൻസൈഡ് ദ ഹാർട്ട് ഐ നെവർ ബിലീവ് ദാറ്റ് ഐ വിൽ ബി എ ക്രിക്കറ്റ് പ്ലെയർ ഓർ ഇന്ത്യൻ ടീമിൽ കളിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളിൽ ഉണ്ടായിട്ടില്ല. നമ്മളെ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, പല കാര്യങ്ങളും നമുക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ആവുന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിശ്വാസം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ എനിക്കത് മനസ്സിലായി, യെസ്, എനിക്കത് ഉണ്ടായിട്ടില്ല. അതേപോലെ രണ്ടാമത്തേലേക്ക് പോകുമ്പോൾ, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാൻ പോയി അല്ലേ. ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കാൻ പോയി. എന്തിനാ പോയത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണോ? നോ, അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിക്കാൻ പോയി. കറക്റ്റ്. അവിടെ എനിക്ക് വിശ്വാസം ഉണ്ടോ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്നുള്ള വിശ്വാസം ഉണ്ടോ? വിശ്വാസം പോയിട്ട് ആഗ്രഹം പോലും ഉണ്ടായിട്ടില്ല. ഗെറ്റിംഗ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, അന്ന് തീരുമാനിച്ചു, അഗെയിൻ ഐ എം ഗോയിങ് ഫോർ ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഈ സമയം അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത്. അന്ന് ആ ക്ലാസ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞാൻ തീരുമാനിച്ചു കേട്ടോ, ഈ സമയം ഞാൻ പോകുന്നത് എന്തിനാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുമ്പോൾ തന്നെ പോകുന്നത്. അത് എത്ര അറ്റംപ്റ്റ് എടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല, എത്ര കഷ്ടപ്പാട് എടുത്തു. കാരണം ആ 2 മാസം ചെന്നൈയിലെ ക്ലാസ്സിന് ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എത്രത്തോളം നമുക്ക് ചെയ്യേണ്ടി വരും, എത്രത്തോളം നമുക്ക് പഠിക്കേണ്ടി വരും, എനിക്ക് ആവുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഐ ഡിസൈഡഡ് ദാറ്റ് അഗൈൻ ഐ എം ഗോയിങ് ഫോർ എ ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്ലാസ്സസ്. എന്നിട്ട് ഞാൻ ഒരുപാട് കേരളത്തിൽ മൊത്തത്തിൽ അന്വേഷിച്ചു, എന്നാൽ എവിടെയെങ്കിലും മലയാളത്തിൽ ക്ലാസ് കിട്ടും. അതായിരുന്നു നെക്സ്റ്റ് ചാലഞ്ച്. എനിക്ക് ചെന്നൈയിലെ അഗൈൻ പോകാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല, കാരണം അഗൈൻ ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ്. സോ മലയാളത്തിൽ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് അന്വേഷിച്ചു.
ഒരു സ്റ്റാർട്ടിങ് ഒരു സ്ഥലത്ത് CA അല്ല, ഒരു ജസ്റ്റ് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, പോയി അവിടുന്ന് അറ്റൻഡ് ചെയ്തു. അവിടുന്ന് BCom കഴിഞ്ഞത് കൊണ്ട് ഫൗണ്ടേഷൻ ഇല്ല, ഡയറക്റ്റ് ഇന്റർമീഡിയറ്റ് ആണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. ഈ ഇന്റർമീഡിയറ്റിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. 10 മാസം ക്ലാസ് അറ്റൻഡ് ചെയ്തു. 12ാമത്തെ മാസം എക്സാം അല്ല, 8 മാസം ക്ലാസ്സും 10ാമത്തെ മാസം എക്സാംസും ആണ്. സത്യത്തിൽ എന്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു 10 മാസം ഇറ്റ് സ്റ്റാൻഡ് ഡിഫറെന്റ്. ഞാൻ പോകുന്നത് തന്നെ എന്തുകൊണ്ടാണ്, ഒരു ബിലീഫായിട്ട് പോകുന്നത്, ദാറ്റ് ഐ വിൽ ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സത്യത്തിൽ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ എന്റെ ഫാക്കൾട്ടീസ്, രണ്ടാമത് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ഫാക്കൾട്ടീസ് എന്നോട് ചോദിച്ചിരുന്നു, സാലി നീ ചാർട്ടേഡ് അക്കൗണ്ടൻസി തന്നെയാണോ പഠിക്കുന്നത്? കാരണം എനിക്ക് ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഏഡ് ചെയ്യുന്ന അറിയില്ല. ഞാൻ ഒറ്റ ലൈനിൽ തന്നെ എഴുതാം. അത് അക്കൗണ്ടൻസി പഠിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടോ. എനിവേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ഞാൻ, അക്കൗണ്ടൻസിന്റെ ഒരു കാര്യം അറിയില്ല, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയില്ല. ഈ ആളെന്ത് ചെയ്തു, അഗെയിൻ സ്റ്റാർട്ട് ചെയ്തു CA ഇന്റർമീഡിയറ്റ്. 10 മാസം ശരിക്കും കഷ്ടപ്പെട്ടു. അതിൽ ഞാൻ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. ഈ 10 മാസം ഞാൻ സത്യത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്തപ്പോൾ വാട്ട് ഹാപ്പൻഡ് യു നോ, ഇംഗ്ലീഷ് അറിയാത്ത, ഡെബിറ്റും ക്രെഡിറ്റും അറിയാത്ത ഞാൻ ജസ്റ്റ് 10 മാസം കൊണ്ട് ഐ ഹാവ് എൻഡഡ് അപ്പ് CA ഇന്റർമീഡിയറ്റ് വിത്ത് ജസ്റ്റ് 10 മാർക്ക് ബിലോ ദ നാഷണൽ റാങ്ക്. അന്ന് 62% ആയിരുന്നു നാഷണൽ റാങ്ക് CA ഇന്റർമീഡിയറ്റിന്. ഐ ഹാവ് ഗോട്ട് 61%. ഞാൻ പറയുന്നൊന്നും എക്സാജറേഷൻ അല്ല, സത്യമാണ്. എന്റെ ലൈഫിൽ നടന്ന സത്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നത്. സോ ഇതിലൂടെ ഞാൻ കണ്ടെത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, there I believe that we the human beings are more tough than anything else. ഇപ്പൊ എന്ത് ചെയ്യണം? ഒന്നാമത്തെ പോയിന്റ്, you have to have that belief inside the heart. ബിലീഫ് ഉണ്ടാവണം. once you believe something and do the work, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, tomorrow or other day the day will come, your success will come, no one can deny it. സോ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് എനിക്ക് വേണ്ടത് കുട്ടികളിലേക്ക്. ഇന്നത്തെ കുട്ടികൾ നല്ല ബ്രില്യൻ്റ് ആണ് കമ്പയർ ടു മീ വെൻ ഐ ഹാവ് ഗോൺ ഫോർ ദാറ്റ് CA. അതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ പെർഫെക്റ്റ് ആണ്, വളരെ ബ്രില്യൻ്റ് ആണ്, ദേ നോ എവറിത്തിങ്. പക്ഷെ എന്താണ് ലാക്കിംഗ് എന്ന് പറഞ്ഞാൽ, മൈൻഡ് സെറ്റ് ഈസ് വാട്ട് വി ലാക്കിംഗ്. ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്. എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യുക. ഒരു ദിവസം ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ 2 ദിവസം പഠിക്കാണ്ടിരിക്കുക. അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ ആ ഇന്റർമീഡിയറ്റിന്റെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ക്ലാസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ചിലപ്പോൾ ബാത്റൂമിൽ പോയിട്ട് കരയാറൊക്കെയുണ്ട്. യെസ്. പക്ഷെ ആ കരച്ചിൽ കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കും. എന്തായിരിക്കും തീരുമാനം? ഇന്ന് ക്ലാസ്സിലെടുത്തത് പഠിച്ചിട്ട് മാത്രമേ ഞാൻ നാളെ ക്ലാസ്സിലേക്ക് കയറും. എന്നിട്ട് എന്ത് ചെയ്യും? ഐ വിൽ സിറ്റ് ബാക്ക്, ഐ വിൽ വർക്ക് അഗെയിൻ. സെയിം പ്രോബ്ലം തന്നെ എന്ത് ചെയ്യും? 10, 15, 20 പ്രാവശ്യം വർക്ക് ചെയ്യും. വെൻ മൈ ഫ്രണ്ട്സ് വെയർ സ്ലീപ്പിംഗ് ഐ മേ ബി വർക്കിംഗ്. ഈ രീതിയിൽ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ദിവസം ക്ലാസ്, തൊട്ടടുത്ത ദിവസം ക്ലാസ്, ഇന്നത്തെ ക്ലാസ് നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടേക്കൺ ദാറ്റ് എഫേർട്ട്, നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യും? കുറച്ചൊക്കെ കത്താൻ തുടങ്ങും. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാറി വരണം. ഇതാണ് ഈ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് വേണ്ടത്. എനിവേ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ കുട്ടികൾ ഉറങ്ങിണീക്കാൻ മടിയുള്ള ആൾക്കാരാണ് അല്ലേ? ആണോ? രാവിലെ എണീക്കോ? രാവിലെ 5 മണിക്കൊന്ന് തട്ടി എണീച്ച് നോക്കിയേ. അവർക്ക് ദേഷ്യമായിരിക്കും നിങ്ങളോട്. കുട്ടികളോട് ഞാൻ പറയുന്നത് എന്താ അറിയോ? ഇഫ് യു ഹാവ് എ ഡ്രീം, ഇഫ് യു ബിലീവ് ദാറ്റ് യു ആർ ഗോണ ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പാരന്റ്സ് വന്നിട്ട് നിങ്ങൾ വിളിക്കാൻ എണീക്കേണ്ട ആവശ്യം, തട്ടി വിളിക്കാനും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യുവർ മൈൻഡ് ഹാവ് ടു വേക്ക് അപ്പ്. നിങ്ങളായിട്ട്. ഇനി ഒരുപാട് ആൾക്കാർ മൊബൈലിൽ കളിച്ച് നടക്കുന്ന കുട്ടികളായിരിക്കും അല്ലെ? നിങ്ങളുടെ കുട്ടികളൊക്കെ മൊബൈലിൽ കളിച്ച് നടക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ പാരന്റ്സ് ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടാവും. സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, യു ഡോണ്ട് വെയിറ്റ് ഫോർ യുവർ പാരന്റ്സ് ടു സ്റ്റോപ്പ് യുവർ മൊബൈൽ ഓഫ് യൂസിങ്. സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഡിസൈഡ് ബൈ യുവർ സെൽഫ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ ഡ്രീം ഇൻ മൈ ഹാൻഡ് അല്ലെ? ഐ എം മാർച്ചിങ് ടുവേർഡ്സ് മൈ ഡെസ്റ്റിനേഷൻ, ഐ എം മാർച്ചിങ് ടു മൈ ഗോൾ. ആ ഗോളിലേക്ക് ആരെങ്കിലും വന്നിട്ട് എന്നെ സഹായിക്കുന്നു നിങ്ങൾ ആരും വിശ്വസിക്കരുത്. യു ഹാവ് ടു ട്രെയിൻ യുവർ മൈൻഡ് ബൈ യുവർ സെൽഫ്. സോ ദിസ് ഈസ് വാട്ട് ആക്ച്വലി വെൻ ഐ സേ ബിലീവ് വാട്ട് ഐ മീൻ. സോ ആരെങ്കിലും ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവും, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ എക്സാംസും ക്ലിയർ ചെയ്തിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്ന നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് ദ മൊമെന്റ് ടു സ്റ്റോപ്പ് എവറിത്തിങ്. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് മൊബൈൽ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് യു ഹാവ് ടു ലിമിറ്റ് യുവർ സ്ക്രീൻ ടൈം. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ മൊബൈലിലെ സ്ക്രീൻ ടൈം എടുത്ത് നോക്കണം. ഹൗ മെനി അവേഴ്സ് യു ആർ സ്പെൻഡിങ് വിത്ത് യുവർ സ്ക്രീൻ ഇൻ എ ഡേ. നോക്കിയിട്ടുണ്ടോ? പാരന്റ്സ് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ മക്കളെ മൊബൈൽ എടുത്തിട്ട് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ സ്ക്രീൻ ടൈം? എത്ര സമയം മൊബൈലിൽ ഇയാൾ സ്പെൻഡ് ചെയ്തു എന്ന് കാണിക്കുന്നു.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ഏതെങ്കിലും കുട്ടി എൻ്റെ അടുത്ത് മുമ്പിൽ വന്നിട്ട് സാർ പഠിക്കാൻ തീരെ സമയമില്ല എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയോ, മോനെ ആ മൊബൈലിന്റെ സ്ക്രീൻ ടൈം ഒന്ന് ഓണാക്കി എനിക്ക് തന്നെ പറയും. എന്താ പരാതി എന്താണ്? പഠിക്കാൻ സമയമില്ല. ആൻസർ എന്താണ്? മൊബൈലിന്റെ സ്ക്രീൻ ടൈം ഒന്ന് കാണിക്കും. ഞാൻ നോക്കിയ ആവറേജ് അവേഴ്സ് എത്ര അറിയോ? 4 to 5 hours. എല്ലാ കുട്ടികളും 4 to 5 hours മൊബൈലിലായിരിക്കും. ഇനി അതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം എത്ര, യൂട്യൂബിൽ എത്ര, അല്ലെ, അതർ ആപ്സ് എത്ര. മിക്കവാറും ഈ 4 മണിക്കൂർ ആകാൻ 3 മണിക്കൂർ എവിടെയായിരിക്കും? ഇൻസ്റ്റ. ഞാൻ ഇന്നലെ എൻ്റെ ഒരു കഥ പറഞ്ഞു. ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കായിരുന്നു. ഹി ഹാവ് കെയിം ടു മീ ഫോർ എ അഡ്വൈസ്, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ്, ബിസിനസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഒരു വീഡിയോ ആണെങ്കിൽ നിന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓണാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഡിലീറ്റ് ചെയ്തു പറഞ്ഞു. ഞാൻ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തു. അതെന്തിനാ? ഞാൻ ആള് ബിസിനസ് ചെയ്യുന്ന ഒരാളാട്ടോ, ഒരു ഏകദേശം 38-40 ആ ഒരു ഏജ് ഗ്രൂപ്പിലായിരിക്കും. ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തു. എന്തിനാ? അല്ല, ഞാൻ റീൽസ് കണ്ട് കുറേ സമയം കളയുന്നു, ഞാൻ ബിസിനസ്സിൽ പോലും എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, എത്ര ഏജ്? 38-40 വയസ്സുള്ള ആൾക്കാർ പോലും ഇൻസ്റ്റാഗ്രാമിൽ അഡിക്റ്റാണ്. എന്നിട്ട് ഞാൻ ആളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് നോട്ട് ടു വാച്ച് ദ റീൽ ബട്ട് ടു, എന്തിനു വേണ്ടിയിട്ടാണ്? റീൽസ് അപ്ലോഡ് ചെയ്യാൻ, ബാക്കിയുള്ളവർ കണ്ടോട്ടെ, ലെറ്റ് ദം വാച്ച്. നിങ്ങൾ കണ്ടോളൂ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ പറയാനുള്ള നിങ്ങൾ കേൾക്കുന്നു. സത്യത്തിൽ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? ആരൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് റീൽസ്, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത റീൽസും കണ്ടിട്ട് സമയം കളയാണ്. അതിനൊക്കെ യു പുട്ട് എ ലിമിറ്റ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണണമെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടോളൂ. ഏത് റീൽസ് കാണണം? സംതിങ് വിച്ച് ഹെൽപ്സ് യു ടു അച്ചീവ് യുവർ ഗോൾ. അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം സെറ്റ് ചെയ്യണം. ഞാൻ എന്ത് കാണണം, ഞാൻ എന്ത് വായിക്കണം, ഞാൻ എന്ത് ചെയ്യണം. അല്ലാണ്ട് ആരോ ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയുക, മൊത്തം നാട് ഓടുന്നതിനെതിരെ നമ്മൾ നടുവിൽ ഓടുക എന്നുള്ള ഒരു പദ്ധതി അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള റൂട്ട് നമ്മൾ നിശ്ചയിക്കണം. നമ്മളുടേതായിട്ടുള്ള റൂട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് സെലിബ്രേറ്റിംഗ് ടുഡേ യു ക്യാൻ ബി എ സെലിബ്രിറ്റി ടുമോറോ. ദിസ് ഈസ് വാട്ട് ഐ യൂസ് ടു സേ. അപ്പൊ ഞാൻ മെയിനായിട്ട് പറഞ്ഞ 2 കാര്യങ്ങൾ കേട്ടോ. എന്താണ്? ഒന്ന്, സെൽഫ് ബിലീഫ്. ഈ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും യു ബിലീവ് ഇറ്റ് ഫസ്റ്റ്. അപ്പൊ ആ ബിലീഫിന്റെ കൂടെ തന്നെ വരേണ്ട കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്താ, വെറുതെ ബിലീവ് ചെയ്തിട്ട് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്നിട്ട് മലന്ന് കിടന്നു തുടങ്ങിയാൽ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവോ? അത് ബിലീഫ് അല്ല കേട്ടോ. ആ ബിലീഫ് അല്ല, അത് കൗതുകമാണ്, ഒരു ആഗ്രഹം മാത്രമാണ്. ഇൻസ്റ്റെഡ് ഇഫ് യു ബിലീവ് ഇൻസൈഡ് ദ ഹാർട്ട് ദാറ്റ് ഐ ആം ഗോണ ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ദാറ്റ് വിൽ ബി സപ്പോർട്ടഡ് ബൈ യുവർ എഫേർട്ട്, യുവർ സാക്രിഫൈസ്, എല്ലാം അതിന്റെ ബാക്കിൽ വരും. സോ ഈ രീതിയിൽ നിങ്ങൾ മാറാൻ റെഡി ആണെങ്കിൽ വി ആർ റെഡി ടു സപ്പോർട്ട് യു ഓൾ ദ വേ. We have got some wonderful faculties in our team. Faculties ഒക്കെ പറഞ്ഞാൽ ഫാക്കൾട്ടീസിന്റെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ദാറ്റ് ഗൂസ് ബംപ്. നിങ്ങൾ രോമണീച്ചു പോകും, അത്രയും നല്ല ഫാക്കൾട്ടീസ് ഉണ്ട്. വി പ്രൊവൈഡ് എവറിത്തിങ്, ദ അറ്റ്മോസ്ഫിയർ. ഇവിടെ സത്യത്തിൽ ഞാൻ പോലും അത്ഭുതപ്പെടാറുണ്ട്. 1000-ലധികം കുട്ടികൾ നമ്മുടെ ഈ ക്യാമ്പസിൽ മാത്രം പഠിക്കുന്നുണ്ട്, 2 സ്ഥലത്തുമായിട്ട്. ഇവിടെ ഡിസിപ്ലിനറി പ്രോബ്ലം ഉണ്ടാവാറേ ഇല്ല, കുട്ടികളെ ചീത്ത വരേണ്ട ആവശ്യമേ ഉണ്ടാവാറില്ല. അതെന്തുകൊണ്ടാണ്? എല്ലാ കുട്ടികളും ഒരുപാട് അംബീഷ്യസ് ആണ്, അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് അവരെല്ലാവരും. അവർക്ക് എന്തില്ല, ഈ സില്ലി ഗെയിമിലൊന്നും താല്പര്യമില്ല. നമ്മൾക്ക് അതുകൊണ്ട് തന്നെ വി ആർ വെരി ലക്കി ദാറ്റ് ഗെറ്റിംഗ് സച്ച് എ ഗ്രേറ്റ് സ്റ്റുഡൻസ്. അവരോട് പോയിട്ട് ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, പഠിക്കുക, അതൊന്നും പറയേണ്ട കൂടുതൽ ആവശ്യമൊന്നുമില്ല. വി ഡു ഗീവ് ദ സെഷൻസ് ലൈക്ക് ദിസ്, സെഷൻസ് ലൈക്ക് യെസ്റ്റർഡേ ആൻഡ് ക്ലാസ്സസ്, ആൻഡ് അവർ സ്റ്റുഡൻസ് ഗിവിംഗ് us the best result always. പക്ഷേ ആ ബെസ്റ്റ് റിസൾട്ട് ഒന്നും നമ്മളെ ഇപ്പൊ എക്സൈറ്റ് ചെയ്യാറില്ല. What will be going to exciting me will be like getting 100% results. And also ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കഴിഞ്ഞിട്ട് വലിയ വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യുക, ആ കമ്പനിയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ട് ഒരു ഇൻഡസ്ട്രി ലീഡറായിട്ട് തിരിച്ചു വരിക, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. എനിവേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞാൽ തീരൂല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 6 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ നിർത്താം കേട്ടോ. വളരെ കാര്യമായിട്ടുള്ള 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണം? ഓൾവേസ് ഹാവ് ദാറ്റ് ബിലീഫ്. എന്ത് ബിലീഫാണ്? ഞാനിപ്പോ പറഞ്ഞത് എറ്റേണൽ ലൈഫിനെ കുറിച്ചുള്ള ബിലീഫ് അല്ല, ദൈവത്തിനെ കുറിച്ചുള്ള വിശ്വാസമല്ല, അതൊക്കെ യുവർ പേഴ്സണൽ മാറ്റർ. ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കോഴ്സ്, അത് നാളെ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്നുള്ള ബിലീഫ് എന്ത് ചെയ്യണം? എപ്പോഴും ഉണ്ടാവണം, ഡീപ്പ് ഇൻസൈഡ് ദ ഹാർട്ട്. അത് ഒരാൾക്കും വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസമായിരിക്കണം. ആരെങ്കിലും വന്നിട്ട് നാളെ പറയാണ് യു കനോട്ട് ഡു ദിസ്,
അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഒന്ന് ചീത്ത പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന് പറയാണ് എന്ത് നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക, അങ്ങനെ പറയുന്നവരുടെ ഫോട്ടോ എടുക്കുക, പോക്കറ്റിലിടുക. ഇൻസൾട്ടാണ്. നമ്മളൊന്നും പറയുന്നില്ലല്ലോ. ഒരു 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 സിനിമ ഡയലോഗ് വരെ തിരിച്ചു പറയുന്നില്ലല്ലോ. ഇൻസൾട്ടാണ്, ഇൻസൾട്ടാണ്. ഇൻവെസ്റ്റ്മെന്റ്, കറക്റ്റ് അല്ലേ? പലരും ഈ യാത്രയിൽ നിങ്ങളോട് അങ്ങനെയൊക്കെ പറയും. ആര് പറയും? സി എനെ കുറിച്ച് ഒരു കാര്യം അറിയാത്ത ആൾക്കാർ പറയും. അല്ലെങ്കിൽ സി എ കുറെ കഷ്ടപ്പെട്ട് എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാർ വന്നിട്ട് പറയും. എന്ത് പറയും? വെറുതെ പോയിട്ട് തല വെക്കേണ്ട മക്കളെ എന്ന് പറയും. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ക്യാപ്ചർ ഇസ് ഫോട്ടോ. ഫോട്ടോ ക്യാമറയിൽ നിന്ന് എടുക്കണ്ട, മൈൻഡിലോട്ട് എടുത്താൽ മതി. ക്യാപ്ചർ ചെയ്യാം, ഇവിടെ കീപ്പ് ചെയ്യാം. എനിവേ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണ്. യു ബിലീവ് ദാറ്റ് യു ആർ ഗോണ ബി ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഫസ്റ്റ് സ്റ്റേജ്. ഇനി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കര ബ്യൂട്ടി ഒന്നും ആയിരിക്കില്ല പഠിക്കുന്ന സമയത്ത്. ആണോ? പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. സമയമില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റീൽ ഇറ്റ് ഫ്രം ദ നൈറ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എപ്പോഴും സ്ഥിരമായിട്ട് ഉറങ്ങണം എന്ന് പറയുന്ന ഒരാളാട്ടോ. 10 മണിക്ക് ഉറങ്ങുക, 5 മണി വരെ ഉറങ്ങുക. അത് കൃത്യമായിട്ട് ഉറങ്ങണം. ഉറക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? കോമ്പൻസേറ്റ് ചെയ്യേണ്ട. പക്ഷെ നിങ്ങൾ എവിടെ കോമ്പൻസേറ്റ് ചെയ്യണം? നിങ്ങളുടെ ഡേ ടൈം നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യണം. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡിലേക്ക് പോകുന്ന സമയം 10 ആണെന്നുണ്ടെങ്കിൽ ആ സമയം വരെ ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടൈം ദാറ്റ് മസ്റ്റ് ബി യൂട്ടിലൈസ്ഡ്. എനിവേ, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. കുറച്ച് ഹാബിറ്റ്സും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. സാധാരണ 6 കാര്യങ്ങളാണ് ഞാൻ പറയാറ്. പഠിക്കുന്ന കുട്ടികൾ 6 കാര്യങ്ങൾ ചെയ്യണം. ക്ലാസ്സിൽ വരുന്നത് കൂടാതെ 6 കാര്യങ്ങൾ ചെയ്യണം. ഇതിൽ ആദ്യത്തെ 3 കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം. രണ്ടാമത്തെ 3 കാര്യങ്ങൾ സമയം ഉണ്ടെങ്കിൽ പറ്റെങ്കിൽ ചെയ്യണം. ഇത് ഞാൻ ഇടക്കിടക്കേ ചോദിക്കോട്ടെ. ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കും. പാരന്റ്സ് മീറ്റിംഗിൽ വന്നാൽ പാരന്റ്സിനോട് ചോദിക്കും 6 കാര്യങ്ങൾ എന്തായിരിക്കും പറയണം. മറക്കരുത് കേട്ടോ. ക്ലാസ് നന്നായിട്ട് ഇരിക്കുക. എന്നതിന് ശേഷം ചെയ്യേണ്ട 6 കാര്യങ്ങൾ കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് നോട്ട്സ് തരും. നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു സമ്മറി ആയിരിക്കും അല്ലെ? ടെക്സ്റ്റ് ബുക്ക് ചിലപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവും. നോട്ട് ബുക്ക് എത്ര ഉണ്ടാവും? ഇത്ര ഉണ്ടാവും. ആക്ച്വലി നമ്മൾ ആസ് എ സ്റ്റുഡൻറ് വി ടെൻ ടു റീഡ് ഓൺലി നോട്ട് ബുക്സ്. അങ്ങനെയല്ലേ സാധാരണ ഉണ്ടാവുക? നോട്ട് ബുക്സിന് മാത്രം ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഡേ 1 മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന മെറ്റീരിയൽസ് എന്ന് നമ്മൾ പറയാം. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ദിസ് ഈസ് നമ്പർ 1. ഇനി ടെക്സ്റ്റ് ബുക്ക് എത്ര തവണ വായിക്കണം? എത്ര തവണ വായിക്കണം? 1, 2, 3, 4, 5. അതിന് സത്യത്തിൽ അതിന്റെ പരിധി എന്താ അറിയോ? മനസ്സിലാവുന്നതുവരെ വായിക്കുക. ഒരിക്കലും നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കരുത്. ബൈഹാർട്ട് ചെയ്യരുത്. ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഏകദേശം ഒരു ബിൽഡിംഗ് കെട്ടിയ പോലെ ബൈഹാർട്ട്. ഒരു ബ്ലോക്ക് നൽകി ഒരു കല്ല് നൽകിയാണ്ടല്ലോ പൊട്ടെന്ന് എന്തെയും തകർന്നു വീഴും. അതുകൊണ്ട് ഒരിക്കലും നെവർ എവർ ട്രൈ ടു ഡു മഗപ്പ്. ബൈഹാർട്ട് ചെയ്യരുത്. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം മനസ്സിലാവുന്നത് വരെ. ചില ആൾക്ക് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ. ചില ആൾക്ക് 10 100 തവണ വായിക്കേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ. യു ഹാവ് ടു. ഇത് എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലായി? എന്റെ എക്സ്പീരിയൻസിൽ പറയാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ CA ഇന്റർമീഡിയറ്റ് പഠിക്കാൻ പോയ സമയത്ത് ഓഡിറ്റിംഗ് ഒക്കെ ഒരു ചാപ്റ്റർ ഞാൻ 100 തവണയൊക്കെ വായിച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവില്ല. പിന്നെയും വായിക്കും. പക്ഷെ ആദ്യത്തെ ഒരു ചാപ്റ്റർ വായിക്കാൻ 100 തവണ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ വായിക്കാൻ 90 എടുക്കും. മൂന്നാമത്തെ ചാപ്റ്റർ 80 എടുക്കും. പിന്നെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മേ ബി 1 2 തവണ വായിച്ചാൽ എന്തെങ്കിലും കിട്ടും. സോ അറ്റ് ദ ഇൻസെപ്ഷൻ സ്റ്റാർട്ടിംഗിൽ എപ്പോഴും എന്തായാലും എവറിത്തിങ് വിൽ ബി സ്ലോ അറ്റ് ദ ഇൻസെപ്ഷൻ, അറ്റ് ദ സ്റ്റാർട്ടിങ്. എവറിത്തിങ്. നമ്മളൊരു മൊബൈലിൽ ഗെയിം കളിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്പീഡിൽ കളിക്കാൻ പറ്റുമോ? നോ. കളിക്കാൻ പറ്റുമോ? കുറച്ച് കഷ്ടപ്പാടായിരിക്കും അല്ലെ? കുറച്ച് അങ്ങോട്ട് എത്തിയാലോ? കളിച്ച് എക്സ്പെർട്ട് ചെയ്താലോ? കളിച്ച് എക്സ്പെർട്ട് ആയി കഴിഞ്ഞാലോ നമുക്ക് ആ ഒരു ലെവലിൽ പോരാവോ അല്ലെ? നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകും. സംതിങ് ലൈക്ക് ദാറ്റ്. എവറിത്തിങ്, എവറി ഫാസറ്റ്സ് ഓഫ് ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. നമ്മൾ പഠനം മാത്രമല്ല, നമ്മുടെ ബിസിനസ് ആയാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും ലൈഫിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം എന്ത് ചെയ്യും? എല്ലാം ഫാസ്റ്റ് ആവില്ല. കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വർക്ക് ചെയ്യണം. സോ മനസ്സിലാക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. ഞാൻ നാളെ ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കും, എത്ര വായിക്കണം? എല്ലാവരും ഒന്ന് പറഞ്ഞാൽ എത്ര വരെ വായിക്കണം? മനസ്സിലാകുന്നത് വരെ വായിക്കണം. എങ്ങനെയാ മനസ്സിലായി നമുക്ക് മനസ്സിലാവുക? അതാണ് സെക്കൻഡ്. രണ്ടാമത്തെ ഒരു സാധനമുണ്ട്, മനസ്സിലായത് മനസ്സിലാവണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? ഈ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അല്ലെങ്കിൽ ഒരു 5 10 തവണ വായിച്ച ചാപ്റ്ററിന്റെ പാസ്റ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുക്കുക. ഈ ക്വസ്റ്റ്യൻസ് എഴുതുക. ക്വസ്റ്റ്യൻസ് എഴുതല്ല, ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസർ എഴുതുക. നോക്കിയിട്ട് ഒരിക്കലും ആൻസർ ചെയ്തല്ലേ. എങ്ങനെ എഴുതണം? ക്വസ്റ്റ്യൻസ് എടുക്കുക, ഔട്ട് ഓഫ് യുവർ നോളജ് ആൻസർ ചെയ്യുക. നിങ്ങൾ ഒരുപാട് ചില ക്ലാസ്സിലിരുന്നു, സെഷൻ നിങ്ങൾ വായിച്ചു, ഈ വായിച്ച സ്ഥാനത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ആൻസർ ചെയ്യുക, സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. ഈ ആൻസറും സജസ്റ്റഡ് ആൻസർ ഉണ്ടാവും, ICI സജസ്റ്റ് ചെയ്ത ആൻസേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ നിങ്ങൾ നോക്കുക. മേ ബി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആൻസറുമായിട്ട് നിങ്ങൾ ആൻസറും കറക്റ്റ് ആൻസറുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ മേ ബി നിങ്ങളൊരു 40% 50% വരെ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഒന്നുകിൽ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും, നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റായിരിക്കും. രണ്ടാമത്തത് നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, മേ ബി ഒരു 50-40% ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, സെയിം പ്രോസസ് കണ്ടിന്യൂ ചെയ്യുക. അതേ ക്വസ്റ്റ്യൻസ് അല്ല, അടുത്ത ക്വസ്റ്റ്യൻസ് എടുക്കുക, ആൻസർ എഴുതുക, കമ്പയർ ചെയ്യുക. ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക. ആ ചാപ്റ്ററിൽ തന്നെ പല ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി 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 പഠിക്കുക. ഇങ്ങനെ പല തവണ നിങ്ങൾ എഴുതുമുണ്ടല്ലോ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരാനുണ്ട്. ഇത് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഏതാണെന്ന് അറിയോ? സബ്ജക്റ്റീവ്. നമ്മുടെ CA ഫൗണ്ടേഷനിൽ തന്നെ 2 പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, 2 പേപ്പർ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സാധനം വളരെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി പഠിച്ചിരിക്കണം. എഴുതി പഠിക്കേണ്ടത് മനസ്സിലായോ? ഇനി എഴുതി എത്ര തവണ എഴുതണം? എത്ര തവണ വായിക്കണം? എത്ര തവണ വായിക്കണം? മനസ്സിലാവുന്നത്. എത്ര തവണ എഴുതണം? കറക്റ്റ് ആൻസറുമായിട്ട് ഏകദേശം ഈക്വൽ ആകുന്നത് വരെ, ഏകദേശം ഒരു 100% പെർഫെക്ഷൻ ഉണ്ടാവില്ലെങ്കിലും ഒരു 80% പെർഫെക്ഷൻ എങ്കിലും വരുന്നത് വരെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ? മിക്കവാറും കുട്ടികൾ നന്നായിട്ട് പഠിക്കാറുണ്ട്, അവർക്കെല്ലാം മനസ്സിലാവും, പക്ഷെ അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. എക്സാം ഹാളിൽ നിന്ന് എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല. മേ ബി ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ് ഓർ അതിന്റെ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്. ഈ ഇത് മാറ്റി തുടങ്ങണം. എപ്പോൾ തുടങ്ങണം? ഫ്രം ദ ഡേ 1 നമ്മൾ എന്താ എഴുതി പഠിക്കണം. പ്രത്യേകിച്ചും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സബ്ജക്ട്സ്. ഡിസ്ക്രിപ്റ്റീവ് സബ്ജക്ട്സ് നമ്മൾ CA ഫൗണ്ടേഷൻ വരുന്നത് ഒന്ന് ലോ ആണ്. ലോയ പുതിയ പേപ്പറാണ്. കുറച്ച് നിങ്ങൾ കേൾക്കാത്ത കുറെ വാക്കുകളൊക്കെ അതിലുണ്ടാവും, കുറെ യൂസേജുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്തിനാ നന്നായിട്ട് എഴുതി പഠിക്കണം. അപ്പൊ എത്ര പേര് എഴുതി പഠിക്കണം? നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആൻസർ ആയിട്ട് ഏകദേശം മാച്ച് ആകുന്നത് വരെ എന്ത് ചെയ്യണം, പഠിക്കണം. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഈ ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന സമയത്ത് ഏകദേശം എക്സാം സമയത്തുണ്ടല്ലോ, എന്റെ ടേബിൾ, ഞാൻ ഇരിക്കുന്ന ടേബിളിന്റെ ഒപ്പം ന്യൂസ് പ്രിന്റ്, എഴുതി തീർന്ന ന്യൂസ് പ്രിന്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു ഒരു സന്തോഷം അത് കാണാൻ. എന്ത്, ഞാൻ എഴുതി തീർത്ത കുറെ പേപ്പർ ഉണ്ടല്ലോ, അതിങ്ങനെ അട്ടിയായിട്ട് വെക്കും. അങ്ങനത്തെ 2-3 റോ നമ്മുടെ ടേബിളിന്റെ ഹൈറ്റിൽ ഉണ്ടായിരുന്നു. സോ ഈ എഴുത്തിലൂടെ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഫാസ്റ്റർ റൈറ്റിംഗ്, നമ്മളെ സ്പീഡായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ നമ്മളുടെ പഠനം ഒരിക്കലും പാസീവായി പോകില്ല. പഠനം പാസീവായി പോകാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ബട്ട് നത്തിങ് ഇൻ മൈൻഡ്. അങ്ങനെ വായിക്കുന്നുണ്ടാവും. വായനന്റെ പ്രശ്നം അതാണ്. പാസീവ് ആവാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ് വായന. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മഗപ്പ് ചെയ്യാൻ വേണ്ടി വായിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാവുന്നവരെ വായിക്കുക, സ്റ്റോപ്പ് ചെയ്യുക, എഴുതി തുടങ്ങാം, ക്വസ്റ്റ്യൻസ് എടുക്കുക, ആൻസർ ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ഏകദേശം കറക്റ്റ് ആൻസർ ഇത് കണ്ടിന്യൂയിങ് പ്രോസസ് കേട്ടോ. അങ്ങനെ ലൂപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുക, എന്നിട്ട് എന്ത് എഴുതുക. ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അഗെയിൻ ഗോയിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആൻസർ ചെയ്യുക. നിങ്ങൾ തന്നെ എഴുതിയ ആദ്യത്തെ ക്വസ്റ്റ്യൻസും രണ്ടാമത്തെ ആൻസറും കൂടി എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ടോ തോന്നുന്നു. അങ്ങനെ എന്ത് ചെയ്യുക, മുമ്പോട്ട് പോവുക. പിന്നെ ഒരുപാട് തവണ നിങ്ങൾ എഴുതി കഴിഞ്ഞാലോ, നിങ്ങൾക്കൊരു ഇന്നർ മൈൻഡ് വരാനുണ്ട്. ദാറ്റ് ഐ എം ഗെറ്റിംഗ് സംതിങ്. ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് തോന്നും. ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. നിങ്ങൾ ഒറ്റ ദിവസം തന്നെ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ ഈ മാറ്റങ്ങളൊന്നും വരില്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ബട്ട് യു വിൽ ഗെറ്റ് ദ ഇമ്പ്രൂവ്മെന്റ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. 2 സ്റ്റെപ്പ് പറഞ്ഞു അല്ലെ. ഒന്നെന്താണ്? നിങ്ങൾ ഒരിക്കലും മറക്കരുത്. CA ഫൈനൽ വരെ എത്തിയാലും മറക്കരുത്. CA ഫൈനലിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആയി എടുക്കുന്ന ഹരി. കറക്റ്റ് ആണോ ഞാൻ പറയുന്നത്? ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്? യെസ്. നമ്മളെ CA ഫൈനലിന്റെ ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈയിൽ നിന്ന് വരെ ഒരു കുട്ടി ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർമ്മിക്കുകയാണ്, ഞാൻ അന്ന് ചെന്നൈയിലെ ക്ലാസ്സിൽ പോയി, ഇന്ന് ചെന്നൈയിൽ നിന്ന് വന്നു. പുതിയ ബാച്ചിൽ ഹൈദരാബാദിൽ നിന്ന് 2 ആളുണ്ട് അല്ലേ? 2 ആൾ വന്നു, 2 ആൾ കൂടി വരാനുണ്ട്. ഹൈദരാബാദിൽ നിന്ന് കണ്ണൂരിലേക്ക് വരാം കേട്ടോ. ദിസ് ഈസ് വാട്ട് ദ ചേഞ്ച് വി ആർ ബ്രിങ്ങിങ് ഇൻ. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് മനസ്സിലാക്കുന്നവരെ എന്ത് ചെയ്യുക, വായിക്കുക. രണ്ടാമത് കറക്റ്റ് ആൻസർ ഏകദേശം ആകുന്നവരെ എഴുതി പഠിക്കുക. മൂന്നാമത്തത് ഡിസ്കസ് ചെയ്യുക. ഓരോന്നിനും ഓരോ ഒബ്ജക്റ്റ് ഉണ്ട് കേട്ടോ, വെറുതെ ചെയ്യുന്നതല്ല. ഇത് എഴുതി പഠിക്കുന്ന എന്തിനാ അറിയോ? എക്സാമിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം, എഴുതി പിടിപ്പിക്കാൻ പറ്റണം. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ എന്തിനാ ഇപ്പോഴേ കിട്ടണം. വെറുതെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ല, കാര്യം മനസ്സിലായിട്ട് മൈൻഡിലുണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതാൻ പറ്റില്ല. ഇതാണ് കുറെ ആൾക്കാരുടെ പ്രശ്നം, കുറെ കുട്ടികളുടെ പ്രശ്നം. ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അത് മാത്രമല്ല ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്,
എക്സാം വന്നു കഴിഞ്ഞാൽ തോറ്റ കുട്ടികളുടെ മീറ്റിംഗ് വിളിക്കും, ഫെയിൽഡ് ആയിട്ടുള്ള കുട്ടികളുടെ മീറ്റിംഗ്. ഫെയിൽഡ് ആയിട്ടുള്ള കുട്ടികളുടെ മീറ്റിംഗിൽ നമ്മൾ പോയിട്ടൊന്നും പറയാറൊന്നുമില്ല. ഐ ജസ്റ്റ് ഹിയർ ദെയർ ഫീഡ്ബാക്സ്. എങ്ങനെ ഫെയിലായി ഓരോരാളും പറയണം. ഒരു 90% ആൾക്കാരും പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താ പറയുക? ഒന്ന്, സ്റ്റാർട്ടിങ് മുതൽ പഠിച്ചിട്ടില്ല, ആദ്യം മുതലേ പഠിച്ചിട്ടില്ല. സത്യത്തിൽ ഞാൻ എല്ലാ ക്ലാസ്സിലും ഈ രീതിയിൽ സംസാരിക്കാറുണ്ട്. എല്ലാ ക്ലാസ്, ഇപ്പൊ 10 കൊല്ലം മുമ്പ് തുടങ്ങുന്ന ക്ലാസ്സിലും ഇതേ രീതിയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. നിങ്ങൾ പഠിക്കണം, എഴുതണം, വായിക്കണം. ചെന്നിട്ടും എന്ത് ചെയ്യില്ല, കുട്ടികൾ സ്റ്റാർട്ടിങ് മുതലേ പഠിക്കാറില്ല. എല്ലാ കുട്ടികളും എന്നല്ല പറയുന്നത്, കുറച്ച് കുട്ടികൾ, തോറ്റ കുട്ടികളുടെ ഫീഡ്ബാക്ക് ഞാൻ മനസ്സിലാക്കിയതാണ്. അവരെന്ത് ചെയ്യാറില്ല, സ്റ്റാർട്ടിങ് മുതലേ പഠിക്കാറില്ല. രണ്ടാമത്, എഴുതി പഠിക്കാറേ ഇല്ല. എന്താ പഠനം? പഠനം എന്നാ ക്ലാസ്സിലിരിക്കുക, ക്ലാസ്സിലിരുന്ന് പോയിട്ട് വായിക്കുക, ദാറ്റ്സ് ഓൾ. പഠനം തീർന്നു. എനിക്കൊന്ന് മിക്കവാറും നമ്മളെല്ലാവരും പ്ലസ് ടു വരെ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലെ? ഒന്ന് മാറ്റണം, പഠനത്തിന്റെ സ്റ്റൈൽ മാറ്റണം. സോ മൂന്നാമത്തെ സ്ഥാനം എന്ന് വെച്ചാൽ ഡിസ്കഷനാണ്. ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ സ്മോൾ ഗ്രൂപ്പ്, മേ ബി 3-4 സ്റ്റുഡൻസ്, ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക. നിങ്ങളിപ്പം വായിച്ച് എഴുതി പഠിച്ച ഒരു ചാപ്റ്റർ ഉണ്ടാവില്ലേ, ആ ചാപ്റ്ററിനെ കുറിച്ച് ഈ 4 ആളിൽ ഓരോരാളും വേണ്ടിയിട്ട് എന്ത് സംസാരിക്കാം. മേ ബി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്. ഈ ചാപ്റ്ററിന്റെ സമ്മറി ഇതാണ്, ഈ ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങൾ ഇതാണെന്ന രീതിയിൽ എന്ത് സംസാരിക്കാം. ഇപ്പൊ 4 ആളും സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഒരാൾക്ക് സംഭവിക്കുന്ന എന്തായിരിക്കും? ഒരാൾ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കും, 3 പ്രാവശ്യം കേൾക്കും. കറക്റ്റ്. സോ ഈ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ പറഞ്ഞതിനേക്കാളും ചിലപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് അവർ പറയും, ഡിഫറെന്റ് ഡയമെൻഷനിൽ കാര്യങ്ങൾ കിട്ടും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് കറക്റ്റ് മനസ്സിലാക്കലാവണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഡിഫറെന്റ് ഡയമെൻഷൻ എന്ത് ചെയ്യും, നമുക്ക് കാര്യങ്ങൾ കിട്ടും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് ആൻസർ ചെയ്യും. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, Q&A സെഷൻ, ഡിബേറ്റ്, ഇതൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പഠനം. ക്ലാസ്സിലിരിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എത്ര തവണ വായിക്കണം? മനസ്സിലാവുന്നവരെ വായിക്കണം. പിന്നെ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക, ദെൻ ഡിസ്കസ് ചെയ്യുക. ഇതാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട 3 കാര്യം. മൊത്തത്ര കാര്യം ഞാൻ പറഞ്ഞത് 6 കാര്യം. 6 3 നിർബന്ധമായിട്ട് ചെയ്യാൻ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിലോ, യു ആർ ഗോയിങ് ടു ക്ലിയർ ദ എക്സാം. പക്ഷെ അവിടെ ഒരു വില്ലൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം വേണം. ഇതൊക്കെ ചെയ്യാൻ സമയം വേണ്ടേ? നിങ്ങൾ ഒരു ദിവസം 6 മണിക്കൂർ ചിലപ്പോൾ ക്ലാസ്സിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പഠിക്കണം, എഴുതണം, ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്താൽ ഇപ്പോൾ ക്ലാസ്സിന്റെ ഇടയിലും ലഞ്ച് ബ്രേക്കിലും വൈകുന്നേരങ്ങളൊക്കെ ആവാം. ഗുഡ്. അപ്പം സമയം പ്രധാന വില്ലനാണ്. സമയം വില്ലൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ എന്തില്ല, സമയമില്ല. CA കരിക്കുലത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എവറിത്തിങ് ഈസ് ഡിസൈൻ ഫോർ ദാറ്റ്. ഇപ്പം CA ഫൗണ്ടേഷൻ ആക്ച്വലി 6 months ആണ്. ഈ 6 monthിലേക്ക് പഠിക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനില്ല, കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ ഫുൾ ടൈം എന്ത് ചെയ്യണം, അതിനു വേണ്ടി മാറ്റി വെക്കണം. അതിന്റെ അർത്ഥം നിങ്ങൾ ഉറങ്ങാൻ പറ്റില്ല, തിന്നാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, കല്യാണത്തിന് പോകാൻ പറ്റില്ല, അങ്ങനെയല്ല, ഒക്കെ പോവാം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യുവർ വർക്ക് ഈസ് ഡൺ. നാളെ നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ നാളെ പഠിക്കാനുള്ളത് കൂടി എന്ത് ചെയ്യണം, ഇന്നേ പഠിച്ച് സെറ്റാക്കി പോവുക. പ്രശ്നം വരുന്നത് 2 സ്ഥലത്താണ്. ഒന്ന് മൊബൈൽ. ഈ മൊബൈൽ യൂസേജ് എപ്പോഴാണ് വരികയെന്നറിയോ? നമ്മൾ പഠിക്കാൻ കയറി കഴിഞ്ഞാൽ വിചാരിച്ച അത്ര പഠിക്കാൻ പറ്റില്ല, പ്ലാൻ ചെയ്ത് അത്ര ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല, കുറച്ച് ടെൻഷൻ വരും. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്ത് അത്ര പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ മൂഡ് പോകും. അതാണ് ഇപ്പോഴത്തെ ലാംഗ്വേജ്, മൂഡ് പോകും. മൂഡ് പോയാൽ എവിടെ പോകും? മൂഡ് പോയാൽ നേരെ ഫോണിലേക്ക്. ആഹാ സുഖം, ഒന്നും അറിയണ്ടല്ലോ, കഞ്ചാവ് പിടിച്ച പോലെ ഒന്നും അറിയണ്ട, ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. കറക്റ്റ്. നിന്റെ അത്ര പരിചയം അല്ല, അങ്ങനെയല്ല മക്കളെ ഉണ്ടാവുക. മൂഡ് പോയാൽ എവിടെ പോകും? മൂഡ് പോയാൽ മൊബൈല്, വേറെ രക്ഷയില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് ബി ഡിഫറെന്റ്. അവിടെ നിങ്ങൾ ഒരു 5 മിനിറ്റ് ലിസ്റ്റർ എടുക്കുക. ഞാൻ ചെയ്ത കാര്യം കേട്ടോ. എനിക്കിപ്പോ ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ എന്താ അറിയോ, ഞാൻ എന്തൊരു 5 മിനിറ്റ് ബ്ലാങ്ക് ആവും. 5 മിനിറ്റ് ഞാൻ എന്റേതായിട്ടുള്ള വഴി പോയി ചിലപ്പോൾ ചെടി നടക്കും, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യും. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെക്കൻഡ് തോട്ട് വരാനുണ്ട്, വാട്ട് ഷുഡ് ഡു നെക്സ്റ്റ്. നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വപ്നം ഇവിടെ നിൽക്കുകയാണ്, അത് വെച്ചിട്ട് വേറൊരു കാര്യത്തിലേക്കല്ല, അതിനെ തന്നെ എങ്ങനെ പിന്നെ നന്നാക്കി എടുക്കാം. ഒരു സെക്കൻഡ് തോട്ട് വരും. ആ സെക്കൻഡ് തോട്ടിൽ പ്ലാൻസ് വരും. ആ പ്ലാൻ എന്ത് ചെയ്യുക, നിങ്ങൾ നടപ്പിലാക്കുക. നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. യു ക്യാൻ ടോക്ക് ടു യുവർ ഫ്രണ്ട്സ്, യു ക്യാൻ ടോക്ക് ടു യുവർ ഫാക്കൽറ്റീസ്, യു ക്യാൻ ടോക്ക് ടു യുവർ മാനേജ്മെന്റ് സ്റ്റാഫ്. ഇതൊക്കെ വിളിച്ചു നോക്കാം. ആരുടെങ്കിലും ഏതെങ്കിലും ഒരു വാക്കാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്പാർക്ക് കിട്ടുക. യു ക്യാൻ ഓൾവേസ് ടോക്ക് ടു യുവർ പാരന്റ്സ്. അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുക, സാറിനടാ നോക്ക്, അടുത്ത സമയം നോക്കുക, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ വിട്ടിട്ട് അടുത്ത ചാപ്റ്റർ നോക്കുന്ന പറയും. അത് അത് പാരന്റ്സും കൂടി മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങളെ കുട്ടികൾ ഡിസി ആകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഡൗൺ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറകിൽ തട്ടിട്ട് കൊടുത്താൽ മതി. എൻ്റെ നമ്മുടെ ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു, മിസ്റ്റർ താബിഷ് ഓൾ ഇന്ത്യ 26th റാങ്ക് അല്ലേ, 6th റാങ്ക്, 6th or 26th,
26 റാങ്ക്, CA ഫൈനലിൽ 26 റാങ്ക് കിട്ടിയ കുട്ടിയാണ്. ഈ കൊറോണ ടൈമിലാണ് ആളുടെ CA ഫൈനൽ എക്സാം ഉണ്ടായത്. ആൾ ആദ്യത്തെ പ്രാവശ്യം എക്സാം എഴുതാം നന്നായിട്ട് പഠിച്ചു എക്സാം എഴുതാകുമ്പോൾ കൊറോണ ഹിറ്റ്, നോ എക്സാം, മുടുപോയി. നന്നായിട്ട് പഠിച്ച എക്സാം എഴുതാകുമ്പോൾ എക്സാം ഇല്ല. പിന്നെ അതേ സാധനം ഇനി ഒന്നും കൂടി പഠിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോകുമ്പോൾ കൊറോണ ഹിറ്റ്. 2 പ്രാവശ്യം CA ഫൈനൽ എക്സാം എഴുതാൻ പറ്റിയില്ല. മൂന്നാമത്തെ പ്രാവശ്യം ആൾ കുറെ പഠിച്ച് പകുതി എത്തിയപ്പോൾ he decided that he is quitting. ഈ സാധനം എനിക്ക് ഇനി മതിയായി, മടുത്തു, ഇനി ഞാൻ CA എഴുതുന്നില്ല പറഞ്ഞിട്ട് CA ഫൈനൽ എക്സാം ലാസ്റ്റ് ഫൈനൽ ലാപ്പിലാണ്. ആ സമയത്ത് ആള് പറഞ്ഞ സ്റ്റോറിയാണ്. ആളുടെ ഫാദറിനോട് പോയിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ മതിയാക്കാണ്, ഞാൻ പോവാണ്, ഞാൻ ജോലിക്ക് പോവാണ്, ഇത്രയും പഠിച്ചില്ലേ മതി. അപ്പം ഉപ്പ താബിഷിനോട് പറഞ്ഞ കാര്യം എന്താ പറയുക, അവന്റെ പുറത്തായിട്ട് താബിഷ് നിനക്കല്ലെങ്കിൽ ഇതായിരിക്കാൻ പറ്റുക, ജസ്റ്റ് പോയിട്ട് എക്സാം എഴുതിയിട്ട് വന്നു. ആ ഒരു വാക്കാണ് അവൻ എന്ത് ചെയ്തത്, മാറ്റിയത്. ആൻഡ് ഹി കെയിം അപ്പ് വിത്ത് ഓൾ ഇന്ത്യ 26th റാങ്ക് ഇൻ CA ഫൈനൽ. ഞാൻ പറയുന്നത് പാരന്റ്സിന്റെ റോളാണ് കേട്ടോ, പാരന്റ്സിന്റെ റോളാണ്. കുട്ടികൾ ഡിം ആവുമ്പോൾ, കുട്ടികൾ ഡൗൺ ആവുമ്പോൾ നിങ്ങൾ ഏത് സ്റ്റാൻഡ് എടുക്കണം? നിങ്ങൾ എന്താ പറയാ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇന്ത്യയിൽ പോകേണ്ട, തല കൊണ്ടത് നിക്കറായിരിക്കണം ഇങ്ങനെ പറയാ, വെറുതെ പൈസയും കാണിച്ച് ഇത് കാണിച്ച് ഇങ്ങനെ, മറിച്ച് സപ്പോർട്ട് ദം ടു ചേസ് ദെയർ ഡ്രീം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പാരന്റ് ആവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓരോരാളുടെയും കഴിവിൽ, നിങ്ങളുടെ ഓരോരാളുടെ മക്കളുടെ കഴിവിൽ ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിന് സ്പാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒന്ന് തൊടാൻ, ഒന്ന് പുറത്തെത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു ആർ ഗോണ ബി എ ഗ്രേറ്റ് പാരന്റ്സ്, യു ആർ ഗോണ ബി പ്രൗഡ് ഓഫ് യുവർ സൺ ആൻഡ് ഡോട്ടേഴ്സ്. എനിവേ, ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു, നിർബന്ധമായിട്ടുള്ള 3 കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടാ. മറക്കരുതെന്ന് മാത്രമല്ല, ചെയ്യണം. ഗെറ്റിംഗ് ചെയ്യണം. ഈ ചെയ്യണം എന്ന് പറയുമ്പോൾ അത്ര ഈസി ഒന്നല്ല കേട്ടോ. ഈസി ഒന്നല്ല. യു ഹാവ് ടു സ്പെൻഡ് യുവർ ടൈം. അവിടെയാണ് നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി, പെർസിവറൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, സ്ഥിരോത്സാഹം. സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മൂഡ് സ്വിംഗ് ഒക്കെ ഉണ്ടാവും. ഒരു ദിവസം ടെൻഷൻ ആയിരിക്കും, ഒരു ദിവസം സന്തോഷമായിരിക്കും. അതിനനുസരിച്ച് മാറ്റാനുള്ളതല്ല പഠനം, അതിനനുസരിച്ച് മാറ്റാനുള്ളതല്ല നമ്മുടെ സ്വപ്നം. അവിടെ എന്തും നടന്നോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കും, പേഴ്സണൽ പ്രശ്നങ്ങളായിരിക്കും, നാട്ടിൽ പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, അതിൽ നിങ്ങൾ സങ്കടപ്പെട്ടോളൂ, സന്തോഷിച്ചോളൂ, നോ പ്രോബ്ലം. ദാറ്റ് നോട്ട് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് യുവർ സ്റ്റഡി. അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് പോയിക്കോളണം. അവിടെ നിങ്ങൾക്ക് ഹാർട്ട്ലെസ് ആയിരിക്കണം, അവിടെ അങ്ങ് പോവുക. ബാക്കിയുള്ളൊക്കെ എന്ത് ചെയ്യും, പ്രോബ്ലം വിൽ ബി, യുവർ പ്രസന്റ് പ്രോബ്ലം മേ ബി സോൾവ് ബൈ 1 month ഓഫ് യുവർ സാലറി ഓഫ് ടുമോറോ. നാളത്തെ 1 മാസത്തെ സാലറി ആയിരിക്കും ഇന്നത്തെ ടോട്ടൽ പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നാളത്തെ 1 മാസത്തെ സാലറി കൊണ്ട് തീരേണ്ട ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ കംപ്ലീറ്റ് സ്വപ്നം എന്ത് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നടക്കണം. ഒട്ടൊക്കെ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഹാവ് ദാറ്റ് ഗട്ട്സ്. അതാണ് ഞാൻ മൈൻഡ് സെറ്റ് എന്ന് പറയാം. എല്ലാത്തിനും ഒന്ന് മാറി നിൽക്കണം. എനിവേ, ആദ്യത്തെ 3 കാര്യങ്ങൾ ഏകദേശം ആൾക്കാർക്കെല്ലാം മനസ്സിലായി. വായിക്കണം, മനസ്സിലാവുന്നത് വരെ എഴുതണം, കറക്റ്റ് ആൻസറുമായിട്ട് മാച്ച് ചെയ്യുന്നത് വരെ, പിന്നെ ഡിസ്കസ് ചെയ്യണം ഫോർ മോർ ക്ലാരിറ്റി, നല്ല ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഇത് എവിടെ ചെയ്യേണ്ടതാണ്, ഡിസ്കസ് ചെയ്യേണ്ട പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് പേപ്പേഴ്സ് ആണ്. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ഒരു ക്വസ്റ്റ്യൻ, 4 ആൻസേഴ്സ്. ഈ 4 ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യണം. കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യണം. നിങ്ങൾക്ക് സർഫേസ് നോളജ് ഉണ്ടായാൽ പോരാ, നല്ല ഇൻഡെപ്ത് നോളജ് ഉണ്ടാവണം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ടാവണം. ഈ ക്ലാരിറ്റി ഉണ്ടാവുന്നത് എങ്ങനെയാണ്, വായിച്ചാൽ കിട്ടില്ല, എഴുതിയാലും ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി. എഴുതിയാൽ എന്താ കിട്ടുക, നമുക്ക് പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ ഡെലിവർ ചെയ്യാൻ പറ്റും. ക്ലാരിറ്റി കിട്ടിയപ്പോഴും അറിയോ, വെൻ യു ഡിസ്കസ്, വെൻ യു ഡിബേറ്റ്. നിങ്ങൾ അടികൂടണം. ഞാൻ പറഞ്ഞാലും ശരി, നീ പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അടികൂടണം. അതിലൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. മെയിൻലി വെൻ കംസ് ടു ഒബ്ജക്റ്റീവ് പേപ്പേഴ്സ്, ഒബ്ജക്റ്റീവ് എക്സാം പേപ്പേഴ്സ്. എനിവേ, ഈ 3 കാര്യങ്ങൾ, അടുത്ത 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആണ് നിങ്ങൾ ചെയ്യുക. അതിൽ ഒന്നാമത്തത് വരുന്നത് എക്സാംസ് കണ്ടക്ട് ചെയ്യാം. എക്സാം എഴുതാനല്ല പറയുന്നത്. എക്സാംസ് നമ്മളിവിടെ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ഒരുവിധം എക്സാംസ് ഒക്കെ നടത്താറുണ്ട്. ഇപ്പൊ ഡെയിലി എക്സാം നടക്കുന്നുണ്ട്. ഡെയിലി എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എക്സാം നിങ്ങൾ കണ്ടക്ട് ചെയ്യണം. എങ്ങനെ എക്സാം കണ്ടക്ട് ചെയ്യാം? ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ എന്തൊക്കെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ, എന്തൊക്കെയുണ്ട് പണി? ആദ്യം ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം അല്ലെ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വെറുതെ ഉണ്ടാക്കാൻ പറ്റണോ? എന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യുക, ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കും അല്ലെ. ഓൾറെഡി പഠിച്ച ചാപ്റ്റർ ആയിരിക്കും, ഒന്നും കൂടി ഒരു ഡിഫറെന്റ് ഡയമെൻഷനിൽ നിങ്ങൾ വായിച്ചു നോക്കും. ഇപ്പം വായിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം? ടു പിക്ക് സം ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് വേണം, കുറച്ച് മീഡിയം ക്വസ്റ്റ്യൻസ് വേണം, കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് വേണം. അപ്പൊ നിങ്ങൾ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊത്തത്തിൽ ഒരു മൈൻഡിന് ഒരു മാറ്റം ഉണ്ടാവും.
ദിസ് ഈസ് വാട്ട് ഫിഫ്ത് വൺ. എക്സാം കണ്ടക്ട് ചെയ്യുക. എക്സാം കണ്ടക്ട് വെച്ചാൽ നിങ്ങൾ ആ എക്സാം എഴുതണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ കുട്ടികൾക്കും കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാം കണ്ടക്ട് ചെയ്യുക. അതൊരു പഠനമാണ്. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ അഗെയിൻ ബ്യൂട്ടിഫുൾ തിങ്, എക്സാം പേപ്പർ ഉണ്ടല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേപ്പേഴ്സ് വാല്യൂ ചെയ്യാം. പേപ്പർ വാല്യുവേഷൻ ഇതൊന്നും ഒരു സ്ഥലത്ത് കിട്ടാത്ത സാധനം കേട്ടോ. ഇതെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്ത സാധനമാണ്. ഞാൻ ആ ഇന്റർമീഡിയറ്റിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു 10 മാസം ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു. ഞാൻ എക്സാമിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ക്ലാസ്സിൽ ഞാൻ പഠിച്ച ക്ലാസ്സിൽ കുറച്ചൊക്കെ എക്സാം നടക്കുമായിരുന്നു. ഒരു സമയത്ത് അത് സ്റ്റോപ്പായി. ഞാൻ സാറിനോട് പറഞ്ഞു, അടുത്ത സാറിനോട്, സാർ ഞാൻ എക്സാം കണ്ടക്ട് ചെയ്യട്ടെ. അപ്പോൾ മനോജ് സാർ നിനക്ക് എക്സാം കണ്ടക്ട് ചെയ്യാൻ കഴിയും, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ എൻ്റെ ലെവലിൽ ചെയ്തോളാം. എക്സാം കണ്ടക്ട് ചെയ്തു, പേപ്പർ വാല്യൂ ചെയ്തു. ഈ പേപ്പർ വാല്യൂ ചെയ്യുമ്പോഴുള്ള ബ്യൂട്ടി എന്താണെന്നറിയോ? ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ 100 ആളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 100 ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ കാണാൻ പറ്റും. ഏത് രീതിയിലാണ്? എല്ലാവരും സെയിം രീതിയിലാണ് എക്സാം ആൻസർ ചെയ്തുക? നോ. ചില ആൾക്കാർ ചിത്രം വരക്കും, ആൻസർ ചാർട്ട്, ഫ്ലോ ചാർട്ട് ആയിരിക്കും. ചില ആൾക്കാർ ഡയഗ്രാം ആയിരിക്കും. ചില ആൾക്കാർ ബുള്ളറ്റ് പോയിന്റ്സ് ആയിരിക്കും. ചില ആൾക്കാർ പാരഗ്രാഫ്സ് ആയിരിക്കും. സോ വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് പ്രസന്റേഷൻ? യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇത് എവിടുന്ന് കിട്ടൂ? പേപ്പർ വാല്യുവേഷനിലൂടെ കിട്ടും. അപ്പോൾ പേപ്പർ വാല്യുവേഷൻ ഒരു ബെസ്റ്റ് ടൂൾ ടു അണ്ടർസ്റ്റാൻഡ് ദ സബ്ജക്ട്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടു ടീച്ച്. നിങ്ങളെ ഫാക്കൽറ്റീസ് നിങ്ങൾ വന്നിട്ട് പഠിപ്പിക്കുന്നില്ലേ, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കുക. ഏത് ഫ്രണ്ട്സിനെ? നിങ്ങൾ ഒരു ഫോർമൽ ക്ലാസ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ 4-5 ഫ്രണ്ട്സിനോട് ഒന്ന് പറയാ, ഞാൻ ഇന്ന് ചാപ്റ്റർ എടുത്ത് തരട്ടെ, എനിക്ക് ഏതെങ്കിലും ചാപ്റ്റർ ഡിഫിക്കൽട്ടി ആണോ, ഞാൻ എടുത്തുതരാം. അവർക്ക് എന്ത് ചെയ്യുക, ക്ലാസ് എടുത്ത് കൊടുക്കുക. ഈ ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോണ്ടല്ലോ, വെൻ യു ലേൺ ടു ടീച്ച്, നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതും രണ്ടാ. നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോണ്ടല്ലോ, യു വിൽ സീ ദ സബ്ജക്ട് ഇൻ ഡിഫറെന്റ് ഡയമെൻഷൻ. എന്താ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ മനസ്സിലോട്ട് അറിയോ, ഈ കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ക്ലിയർ ചെയ്യണം, അതായിരിക്കും നിങ്ങളുടെ തോട്ട്സ്. സമയം ഉണ്ടാവോ പഠിപ്പിക്കാനൊക്കെ? സമയം ഉണ്ടാവോ? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സും പഠിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചാൻസ് കിട്ടി എന്ത് ചെയ്യാ, പഠിപ്പിക്കുക. ഇതും എൻ്റെ എക്സാമ്പിളാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ CA ഇന്റർമീഡിയറ്റിൽ പഠിക്കുന്ന സമയത്ത് ടാക്സേഷൻ പേപ്പർ ഒരു സാർ പഠിപ്പിച്ചു. 2 മാസം ആ സാറിന് വേറെ ജോലി കിട്ടി, PSC എക്സാം ജോലി കിട്ടി, ആള് പോയി. കുറച്ച് നാള് ടാക്സിന്റെ ക്ലാസ്സിൽ എനിക്ക് ഇതെന്തായാലും പഠിച്ച എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഞാൻ ഇതെന്താ വന്നത്, ഞാൻ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള കുട്ടികളെ പോലെയല്ല, എന്നെ ഹാവ് ടു കംപ്ലീറ്റ്. ബാക്കിയുള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ് ചെയ്യണം ഒരു ആഗ്രഹം പോലെയാണ്. എനിക്ക് ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ചെന്നൈ പോയിട്ട് തിരിച്ചു വന്നതാണ്, 1 വർഷം വെറുതെ വന്നതാണ്, ഈ 10-15 വർഷം പഠിക്കാണ്ട് നടന്ന ആളാണ്. ഐ ഹാവ് ടു ഡു സംതിങ് ഇൻ മൈ ലൈഫ്. സോ ഈ ടാക്സിന്റെ ക്ലാസ് ഇങ്ങനെ നടക്കാണ്ടിരിക്കുമ്പോൾ തന്നെ ദർ ഇസ് എ ഈച്ച് ഇൻ മൈ ഹാർട്ട്. ഒരു ഗട്ട് ഫീലിംഗ് ഇല്ലേ, ഒന്നും ആവുന്നില്ല. ലാസ്റ്റ് 2 കൽപ്പിച്ച് ഞാൻ അവിടുത്തെ ഡയറക്ടർ സാറിനോട് പോയിട്ട് പറഞ്ഞു, സാർ ഇൻകം ടാക്സ് ഞാൻ ക്ലാസ് എടുക്കട്ടെ. ആര്? ഡെബിറ്റും ക്രെഡിറ്റും അറിയാത്ത ഞാൻ, ഈസും വാസും അറിയാത്ത ഞാൻ. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം ഏകദേശം എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അപ്പൊ ഞാൻ പോയിട്ട് ഒരു ആവേശത്തിന്റെ പുറത്ത് ഞാൻ ചോദിച്ചതാണ്, സാർ ക്ലാസ് എടുക്കട്ടെ. സാർ പറഞ്ഞു, നിനക്കൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല, എടുക്കണ്ട. പക്ഷേ ഒരു കാര്യം ചെയ്തോ, ഓൾറെഡി പഠിപ്പിച്ച ക്ലാസ് അല്ലേ, ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സ്, അത് വേണമെങ്കിൽ നീ റിവിഷൻ കൊടുത്തു. ഹാപ്പി. ഞാൻ പോയിട്ട് എന്താ ചെയ്തു, ആ ഒന്ന് സെറ്റാക്കി 2 ദിവസം റിവിഷൻ ക്ലാസ് കൊടുത്തു. അപ്പൊ കുട്ടികൾക്ക് ഏകദേശം സന്തോഷമായി. എനിക്ക് കിട്ടിയ സാധനം എന്താ അറിയാം, കുട്ടികൾക്ക് കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ ആർക്കാ കിട്ടിയത്? എനിക്ക് കിട്ടി. ആ 2 ചാപ്റ്ററിൽ ഞാൻ മാസ്റ്ററായി. അങ്ങനെ അന്ന് ആ ടാക്സേഷൻ പഠിപ്പിച്ചുകൊണ്ട് ഇന്നും എന്റെ റവന്യൂ സോഴ്സ് ആണ് ടാക്സേഷൻ. ഇന്ന് ഞാൻ CA ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ടാക്സേഷനിലാണ്. ആ ടാക്സിനോട് ഒരു ഇഷ്ടം വന്നു. became the one which can say expert. എവിടുന്ന് വന്നത്? നമ്മുടെ ഇനീഷ്യേഷൻ. അതാ ഞാൻ പറഞ്ഞ ഇനീഷ്യേഷൻ ക്വാളിറ്റീസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിവേ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാൻ നോക്കുക. എക്സാമിലേക്ക് പോകുന്ന സമയത്ത്, സാധാരണ കുട്ടികൾ എക്സാമിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഇന്ന് എക്സാം ആണ്, രാവിലെ ഒരു 10 മണിക്ക് എക്സാം ആണ്, 9 മണിക്ക് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ഇമാജിൻ ചെയ്തേ. എന്തായിരിക്കും ഹരി? ഞാൻ എക്സാം ഹാളിലേക്ക് പോയ കുട്ടികളെ കാണാറുണ്ട്. എക്സാം ഹാളിൽ ഇപ്പൊ ഇത് എക്സാം ഹാള്, പുറത്ത് വരാന്ത ഉണ്ടാവും. ഈ വരാന്തയിൽ ഇങ്ങനെ മൂട്ട ഓടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന് ഒരു പ്രോബബ്ലി 1 or 2 weeks ബിഫോർ ഫിനിഷ് യുവർ സ്റ്റഡീസ്. പിന്നൊന്നും പഠിക്കണ്ട. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യണം.
CA ഫൗണ്ടേഷൻ ആകുമ്പോൾ ഞാൻ 2 വീക്ക് എന്നാണ് പറയുന്നത്. മേ ബി ഒരു മാസം മുമ്പേ തീർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. ഒരു മാസം മുമ്പൊക്കെ എല്ലാ പഠനം തീർത്ത് ലാസ്റ്റ് മാസം എന്തായിരിക്കും അറിയോ? ലാസ്റ്റ് മാസം വെറുതെ ഫോൺ എടുത്തിട്ട് ഞങ്ങളെ ഫ്രണ്ട്സിനെ വിളിക്കാം. ഹലോ, എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ, എന്തൊക്കെ പഠിപ്പിക്കാനുണ്ടോ ചോദിച്ചോളൂ. പ്രാക്ടിക്കൽ ആണോ? ഇത് പ്രാക്ടിക്കൽ ആണോ? എസ്സോറിനോ? പ്രാക്ടിക്കൽ ആണോ? ഒരു മാസം മുമ്പേ പഠിത്തം തീർത്തിട്ട് സ്റ്റുഡൻസിനെ വിളിച്ച് ചോദിക്കുക എന്ത് ഡൗട്ട്സ് ഉണ്ടോ. നീ ആരാണ്? നടക്കുവോ? എസ്സോറിനോ? ഞാൻ ചെയ്തിട്ടുണ്ട്. നോട്ട് ടു ഗ്ലോറിഫൈ മീ, അഗൈൻ ഞാൻ പറയാണ്, എന്നെ വലിയ ആളാക്കാൻ പറയുന്നില്ല. ഐ ഹാവ് ഡൺ ഇറ്റ് ഇൻ മൈ ചൈൽഡ്. ഒരു മാസം മുമ്പ് കംപ്ലീറ്റ് തീർന്നു. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഐ ഹാവ് യൂട്ടിലൈസ്ഡ് മൈ ടൈം. ഞാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, 5 മണിക്ക് ക്ലാസ് തീർന്നു കഴിഞ്ഞാലോ ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റാണ് ക്ലാസ് തീർന്നിട്ട് ഹോസ്റ്റലിലേക്ക് എത്താനുള്ള സമയം. 5:15-20 ആകുമ്പോഴേക്കും ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടാവും. അതിന് ഇടയിൽ സംസാരം അതൊന്നുമില്ല. ജസ്റ്റ് ഗോ ടു ഹോസ്റ്റൽ, ടേക്ക് എ ബാത്ത്, ചായ ഉണ്ടെങ്കിൽ ചായ കുടിക്കും, ഇരിക്കും. ക്ലാസ് കഴിഞ്ഞാൽ അരമണിക്കൂർ എൻ്റെ സമയം. അരമണിക്കൂർ നമ്മൾ ബുക്സിന് മുമ്പിലേക്ക് എത്തും. അതിന്റെ ഇടയിൽ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ, പ്രയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർക്കും. ഒരു 10 മണി വരെ പഠിക്കും, കിടന്നുറങ്ങും. ഒരു മെക്കാനിക്കൽ ലൈഫ് സംതിങ്, മെക്കാനിക്കൽ ലൈഫ്. പക്ഷെ ആക്ച്വലി മെക്കാനിക്കൽ അല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, പഠിക്കുന്ന കുട്ടികളുടെ ലോകം ചെറുതായി വരും. കളിക്കുന്ന കുട്ടികളുടെ ലോകം വലുതായി വരും. ആണോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ കളിക്കുന്ന കുട്ടികളാണ്, ഒരുപാട് വൈബ്, ഒരുപാട് സെലിബ്രേഷൻ, ഒരുപാട് എന്താ പറയാ കൺസേർട്സ്, ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം കുറച്ച് ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെ, ചെറിയ വീട്ടിന്റെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സ് ആയിരിക്കും, കളിക്കാനും ചിരിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും. പിന്നെ എന്ത് ചെയ്യും? കുറച്ചും കൂടി വലിയ ഗ്യാങ് ആവും അല്ലെ, കറക്റ്റ്. പിന്നെ അത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ ട്രാവലിംഗ്, അത് ഇതൊക്കെ മാറി വലിയ സ്ഥലത്തേക്ക് എത്തും. ആ ഒരു സർക്കിള് ഒരു സമയത്ത് എന്തെന്ന് അറിയോ? ഒട്ടും ചെറിയ സർക്കിളാവും, ആരും ഇല്ലാണ്ട് ഒരു മൂലക്കിരിക്കും. ഞാൻ കളിക്കുന്ന കുട്ടികളെ കുറിച്ച് പറയുന്നത്. ഇനി പഠിക്കുന്ന കുട്ടികൾ നേരെ തിരിച്ചാ. പഠിക്കുന്ന കുട്ടികളുടെ ലൈഫ് എന്നറിയോ? ആദ്യം ചെറുതായി പോകും. എക്സാമിനോടെല്ലാം അടുപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആരുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തുണ്ടാവുക? നിങ്ങളുടെ ബുക്സ്, നിങ്ങളുടെ റൂം, നിങ്ങളുടെ കുറച്ച് ആൾക്കാർ അത്രേ ഉണ്ടാവും. യു മെ നോട്ട് ബി എക്സ്പ്ലോറിംഗ് ഔട്ട്സൈഡ് ദ വേൾഡ്. യു മെ നോട്ട് ബി നോയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. ഒന്നും അറിയില്ല, നാട്ടിൽ നടക്കുന്ന കാര്യം ഒന്നും അറിയില്ല. നമ്മളൊരു ചെറിയൊരു ബബിളിനുള്ളിലായിരിക്കും. Once you qualify as a chartered accountant, then that circle will be very big circle. അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും? You may be having interviews, you may be having your job, you may be going a tour with your friends, you may be exploring your life, you may be having that financial freedom. Getting? So ഇതേപോലെ എക്സാമിലേക്ക് അടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇനിവേ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, എക്സാമിന് തൊട്ട് മുമ്പത്തെ നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ്. ഒരു പേടിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ എക്സാം എങ്ങനെ പോയിട്ട് എക്സാം എഴുതും അങ്ങനെ പേടിക്കുന്ന ഒരു കുട്ടിയായിട്ടില്ല നിങ്ങൾ പോകേണ്ടത്. മറിച്ച് ഈ രീതിയിൽ എക്സാമിലേക്ക് പോകണം. ഏത് എക്സാമിൽ ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് എന്നെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്? വിച്ച് ക്വസ്റ്റ്യൻസ് ഗോയിങ് ടു കം ടു സർപ്രൈസ് മീ? അപ്പൊ നമ്മളെല്ലാം പഠിച്ച് എവറിത്തിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അല്ലെ. എക്സാമിനർ എനിക്കറിയാത്ത ഏത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം ഹാളിലേക്ക് പോകണം. യു ചാലഞ്ച് ദ എക്സാമിനേഴ്സ്, യു ചാലഞ്ച് ദ എക്സാം പേപ്പേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സക്സസ് വിൽ ബി യുവേഴ്സ്. ദിസ് ഈസ് വാട്ട് ഓൾ അബൌട്ട് ഐ വോണ്ട് ടു സേ. സോ ഇതൊന്നും മറക്കരുത്. നിങ്ങൾ വേണ്ടതൊന്ന് സെൽഫ് ബിലീഫ് ഉണ്ടാവണം, പെർസിവറൻസ് ഉണ്ടാവണം, സ്ഥിരോത്സാഹം ഉണ്ടാവണം. ഇത് രണ്ടും മൈൻഡിൽ ഉണ്ടാവുക. ആൻഡ് സ്റ്റാർട്ട് യുവർ ജേർണി ബൈ ടുമോറോ.